everyone. NTA UGC in December 2021, June 2022 merge cycles വിവിധ ഷിഫ്റ്റുകളിൽ ചോദിച്ചിട്ടുള്ള പേപ്പർ 1ന്റെ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഡിസ്കസ് ചെയ്യുന്ന ഒരു സീരീസ് ഓഫ് വീഡിയോസ് ആണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഈ വീഡിയോയിൽ കൊമേഴ്സ് ഷിഫ്റ്റ് 2ൽ ചോദിച്ചിട്ടുള്ള പേപ്പർ 1 ചോദ്യങ്ങളും അതിൻ്റെ ഫൈനൽ ആൻസർ കീയിൽ വന്നിട്ടുള്ള ഉത്തരങ്ങളുമായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. കൊമേഴ്സ് പല ഷിഫ്റ്റുകളിലായിട്ട് നടത്തപ്പെട്ടിട്ടുള്ള ഒരു പരീക്ഷയായിരുന്നു. അതിലെ ഷിഫ്റ്റ് 2 ആണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഫോക്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ നമ്മൾ ഇതിനു മുമ്പ് എക്കണോമിക്സ് ഷിഫ്റ്റിൽ ചോദിച്ചിട്ടുള്ള പേപ്പർ 1 ചോദ്യങ്ങളും അതിൻ്റെ ഫൈനൽ ആൻസർ കീയിലെ ഉത്തരങ്ങളും ഡിസ്കസ് ചെയ്യുന്ന ഒരു വീഡിയോ ചെയ്തിരുന്നു. സോ അത് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ വീഡിയോയുടെ ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്കത് വിസിറ്റ് ചെയ്ത് ആ വീഡിയോയും കാണാവുന്നതാണ്. ഈ വീഡിയോയിൽ നമ്മൾ ബേസിക് ആയിട്ട് ചോദ്യങ്ങൾ ഏത് ഏരിയയിൽ നിന്നാണ് വന്നിട്ടുള്ളത്, അതിൻ്റെ ഫൈനൽ ആൻസർ കീയിലെ ഉത്തരങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോ ക്വസ്റ്റ്യൻസിൻ്റെയും ഏരിയാസ് പിന്നീട് നമ്മളുടെ ഇതിനു മുമ്പുള്ള വീഡിയോസിൽ ചിലതിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്, ഇതിന് ശേഷവും നമ്മൾ ചെയ്യുന്നതായിരിക്കും. ചോദ്യങ്ങളും ഉത്തരങ്ങളും അതോടൊപ്പം അത് ഏത് ഏരിയയിൽ നിന്നാണ് വന്നിട്ടുള്ളതെന്നുള്ള ഒരു അനാലിസിസുമാണ് ഈ സെഷനിൽ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. സോ കൊമേഴ്സിൻ്റെ രണ്ടാമത്തെ ഷിഫ്റ്റിൽ ചോദിച്ചിട്ടുള്ള പേപ്പർ 1ന്റെ ചോദ്യങ്ങളൊന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ പൊതുവിൽ ഒരു മോഡറേറ്റ് ലെവലുള്ള ചോദ്യങ്ങളായിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒരു ഡിഫിക്കൽറ്റി ലെവൽ ഒരു മോഡറേറ്റ് ലെവലാണെന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ അതോടൊപ്പം തന്നെ നമ്മൾ പഠിച്ചിട്ടുള്ള കോൺസെപ്റ്റുകളെ ലോജിക്കലി ചോദ്യത്തിലേക്ക് അപ്ലൈ ചെയ്ത് കൃത്യമായ ഉത്തരം ഐഡൻറ്റിഫൈ ചെയ്യേണ്ട തരത്തിലുള്ള ചോദ്യങ്ങളും രണ്ടാമത്തെ ഷിഫ്റ്റിൽ കൊമേഴ്സിന് പേപ്പർ 1ൽ നിന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ ഈ ഒരു സെഷനിൽ നമ്മൾ ചോദ്യങ്ങൾ, അതിൻ്റെ ഫൈനൽ ആൻസർ കീയിലുള്ള ഉത്തരങ്ങൾ, അത് ഏത് ഏരിയയിൽ നിന്നാണ് ചോദിച്ചതെന്നുള്ള ഒരു അനാലിസിസ് ഇതായിരിക്കും ഫോക്കസ് ചെയ്യുന്നത്. ഓരോ ചോദ്യത്തിൻ്റെയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് നമ്മൾ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷനിലേക്ക് നമ്മൾ ഈ ഒരു സെഷനിൽ പോകുന്നില്ല. നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുള്ള വീഡിയോസിൽ ഫോക്കസ് ചെയ്തിട്ടുള്ള ഏരിയയിൽ നിന്നുള്ള ചോദ്യങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ അപ്കമിങ് വീഡിയോസിൽ ഇതിലെ ചില ഏരിയാസ് നമ്മൾ ഡീൽ ചെയ്യുന്നതായിരിക്കും. എന്തായാലും നമ്മൾ കൃത്യമായിട്ട് ഒരു ഓവറോൾ ഐഡിയ ഏത് ഏരിയയിൽ നിന്നാണ് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു അനാലിസിസ് തീർച്ചയായിട്ടും ചെയ്യും. അങ്ങനെ നമുക്ക് ഓരോ ചോദ്യങ്ങളും ഒന്ന് ജസ്റ്റ് അനലൈസ് ചെയ്ത് പോവാം. ഓക്കെ, സോ നമ്മൾ ഇവിടെ ചോദിച്ചിട്ടുള്ള ആദ്യത്തെ ചോദ്യം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ടീച്ചിങ്ങിൽ നിന്നുള്ള ചോദ്യം, ആദ്യത്തെ കുറച്ച് ചോദ്യങ്ങൾ നമ്മൾ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് എന്ന മൊഡ്യൂളിൽ നിന്നുള്ള ചോദ്യങ്ങളായിരിക്കും ഫോക്കസ് ചെയ്യുന്നത്. സോ ആദ്യത്തെ ചോദ്യം നമുക്ക് നോക്കാം. ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് മെത്തേഡ്സ് ഓഫ് ടീച്ചിങ് ദ സ്റ്റുഡൻറ് ഹാസ് ടു ഫൈൻഡ് ഔട്ട് the answer to his or her own problem by unaided efforts? And we have various options given there. Case study method, heuristic method, flipped classroom method, demonstration method. Obviously ഞാൻ പറഞ്ഞതുപോലെ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ നിന്നും ടീച്ചിങ് മെത്തേഡ്സ് റിലേറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്, അല്ലെങ്കിൽ ടീച്ചിങ് റിലേറ്റഡ് ആയിട്ടുള്ള അപ്രോച്ചസ് അല്ലെങ്കിൽ മെത്തേഡ്സ് റിലേറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ചോദ്യമാണിത്. സോ ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണ്? ഈ ടീച്ചിങ് മെത്തേഡ്, അതായത് ഇവർ ഉത്തരമായിട്ട് പ്രതീക്ഷിക്കുന്ന ടീച്ചിങ് മെത്തേഡിന്റെ പ്രത്യേകത എന്താ? ദ സ്റ്റുഡൻറ് ഹാസ് ടു ഫൈൻഡ് ഔട്ട് ദി ആൻസർ ടു ഹിസ് ഓർ ഹെർ ഓൺ പ്രോബ്ലം ബൈ അൺഎയ്ഡഡ് എഫേർട്സ്. അതായത് സെൽഫ് ഡിസ്കവറി ആണ്, മറ്റൊരാളുടെ സഹായമില്ലാതെ സ്വന്തമായി പ്രോബ്ലംസിന് സൊല്യൂഷൻസ് അല്ലെങ്കിൽ ഉത്തരങ്ങൾ സ്റ്റുഡൻസ് തന്നെ കണ്ടെത്താനായിട്ട് ശ്രമിക്കുന്ന മെത്തേഡ് ഓഫ് ടീച്ചിങ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു സാധ്യത സ്റ്റുഡൻസിന് ഉണ്ടാക്കി കൊടുക്കുന്ന ടീച്ചിങ് മെത്തേഡിനെ പറയുന്ന പേരെന്താണ് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ അൺഎയ്ഡഡ് എഫേർട്സ് എന്നുള്ളതാണ് ഇവിടുത്തെ ഫോക്കസ് എന്ന് പറയുന്നത്. ദി സ്റ്റുഡൻറ് ഹാസ് ടു ഫൈൻഡ് ഔട്ട് ദി ആൻസർ ടു ഹിസ് ഓർ ഹെർ ഓൺ പ്രോബ്ലം ബൈ അൺഎയ്ഡഡ് എഫേർട്സ്. അപ്പോൾ ഈ സെൽഫ് ഡിസ്കവറി അല്ലെങ്കിൽ സെൽഫ് ലേണിംഗ്, അൺഎയ്ഡഡ് എഫേർട്സ് കൊണ്ട് സ്റ്റുഡൻറ് തന്നെ അല്ലെങ്കിൽ ലേണർ തന്നെ പ്രോബ്ലംസിന് സൊല്യൂഷൻസ് കണ്ടെത്തുക എന്നൊക്കെ പറയുമ്പോൾ തന്നെ അത് ഏത് ടൈപ്പ് അല്ലെങ്കിൽ ഏത് മെത്തേഡ് ഓഫ് ടീച്ചിങ് ആണ്? Obviously that is heuristic method അല്ലേ? heuristic method is a very important teaching method. നമ്മൾ ഈ ടീച്ചിങ് മെത്തേഡ്സ് പഠിക്കുന്ന സമയത്ത് വളരെ സ്പെസിഫിക് ആയിട്ട് പഠിച്ചിരിക്കേണ്ട ഒരു മെത്തേഡാണ്. അപ്പോൾ നിങ്ങൾ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് പഠിക്കുന്ന സമയത്ത് ടീച്ചിങ് മെത്തേഡ്സ് എന്ന് പറയുന്ന ഏരിയയിൽ പെർട്ടിക്കുലർലി ഹ്യൂറിസ്റ്റിക് മെത്തേഡിനെ കുറിച്ചൊന്ന് മനസ്സിലാക്കി വെക്കുന്നത് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. സോ ഈ ഒരു ഏരിയ നന്നായി പഠിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ ഈസി ആയിട്ടുള്ളൊരു ചോദ്യം തന്നെയായിരുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. Again a very easy question. Okay, teacher A uses chalk and board and dictates notes to students in classroom. Teacher B uses video conferencing tool and LMS for providing digital resources. Which modes of teaching are used by teacher A and teacher B? So ഇത് വളരെ ഈസി ആയി ആർക്കും ചോദ്യം വായിച്ച് മനസ്സിലാക്കാൻ സാധിച്ചാൽ ഉത്തരം എഴുതാവുന്ന വളരെ ഈസി ആയിട്ടുള്ളൊരു ചോദ്യം തന്നെയായിരുന്നു. സോ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ? രണ്ട് ടീച്ചേഴ്സ് ഉണ്ട്. ടീച്ചർ എ ചോക്കും ബോർഡും ഒക്കെ ഉപയോഗിച്ച് ക്ലാസ് റൂമിൽ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് നോട്ട്സ് ഡിക്റ്റേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ടീച്ചർ ബി എന്താ ചെയ്യുന്നത്? വീഡിയോ കോൺഫറൻസിങ് ടൂൾസ് ഉപയോഗിക്കുന്നു, LMS ഉപയോഗിക്കുന്നു, ലേണിംഗ് മാനേജ്മെന്റ് സിസ്റ്റം ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഡിജിറ്റലി ഈ റിസോഴ്സസ് കുട്ടികളിലേക്ക് പ്രൊവൈഡ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ടീച്ചർ എയും ടീച്ചർ ബിയും ഉപയോഗിക്കുന്ന ടീച്ചിങ് മോഡ്സ് എന്തൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. സോ ചോക്ക് ബോർഡ് എന്നൊക്കെ പറയുമ്പോൾ, അല്ലെങ്കിൽ ക്ലാസ് റൂമിനുള്ളിലുള്ളൊരു പഠനം എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും എന്തായിരിക്കും? അത് ഓഫ്ലൈൻ ആയിരിക്കും അല്ലെ? ഓഫ്ലൈൻ മോഡിലുള്ളൊരു ടീച്ചിങ് ആണ്.
ഓൺ ദി അതർ ഹാൻഡ് വീഡിയോ കോൺഫറൻസിങ് അല്ലെങ്കിൽ LMS ഉപയോഗിക്കുക എന്നൊക്കെ പറയുമ്പോൾ അതെന്തായി ഓൺലൈൻ മോഡാണ്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ടീച്ചർ A ഓഫ്ലൈനും ടീച്ചർ B ഓൺലൈൻ ആയിട്ടുള്ള ടീച്ചിങ് മോഡുമായിട്ട് ഉപയോഗിക്കുന്നത്. സോ അങ്ങനെയാണെങ്കിൽ ആൻസർ ഏതായിരിക്കും? ദാറ്റ് ഇസ് ഓപ്ഷൻ ഡി. ഫൈനൽ ആൻസർ കീഴിലും കൊടുത്തിരുന്ന ഉത്തരം എന്ന് പറയുന്ന ഓപ്ഷൻ ഡി ആണ്. മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which of the following tools can be used for ICT enabled teaching? So ICT in teaching എന്ന് പറയുന്നത് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിലെ വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ഏരിയാസ് തന്നെയാണ്. ICT എങ്ങനെയാണ് ടീച്ചിങ്ങിൽ ഉപയോഗിക്കാനായിട്ട് പറ്റുന്നത് എന്നുള്ളത്. ഇതും അഗെയിൻ വളരെ ഈസി ആയിട്ടുള്ള ഒരു ചോദ്യം തന്നെയാണ്. Which of the following tools can be used for ICT enabled teaching? നമുക്ക് വേരിയസ് ഓപ്ഷൻസ് ഉണ്ട്. പേപ്പർ ചാർട്ട്സ്, ഫിസിക്കൽ മോഡൽസ്, പ്രൊജക്ടർ, ബ്ലാക്ക് ബോർഡ്. അപ്പം ഇതിനകത്ത് തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ICTയുടെ ഒരു ഉപയോഗം വരുന്ന ടീച്ചിങ് എവിടെയാണ്, അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ടൂൾസ് ഉപയോഗിക്കുന്നിടത്താണ് ICT enabled ടീച്ചിങ് ആയിട്ട് ടീച്ചിങ് ആ ഒരു സ്ട്രാറ്റജി മാറുന്നത്? ഒബ്വിയസ്ലി ഏതാണ്? ദാറ്റ് ഇസ് പ്രൊജക്ടർ, ഓപ്ഷൻ സി. Moving to the next question. In the context of MOOCs in higher education in India, which of the following are correct? ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് എന്നുള്ള ഏരിയ അഗെയിൻ കൺസിഡർ ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള ഇപ്പോൾ മൂക്സ് അല്ലെങ്കിൽ സ്വയം അങ്ങനെയുള്ള കാര്യങ്ങൾ, സ്വയം പ്രഭ അങ്ങനെയുള്ള ടീച്ചിങ് റിലേറ്റഡ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ ICT എങ്ങനെയാണ് നമുക്ക് ടീച്ചിങ്ങിലേക്ക് എനേബിൾ ചെയ്യാൻ അല്ലെങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ്. ഇതിനുള്ള ചോദ്യങ്ങളും ഒരുപാട് ഇപ്പോൾ ചോദിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിൽ നിന്ന് മൂക്സ് ഹയർ എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യയിൽ മൂക്സിന്റെ ഉപയോഗവുമായിട്ട് ബന്ധപ്പെട്ട കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ചോദ്യം. ദേ ആർ ലേണർ സെൻട്രിക്, they can be delivered only through Swayam portal, they can benefit large number of learners, they can be accessed anytime, anywhere and any number of times, and then we have option E, that is all MOOCs are for earning credit. Okay, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് നമുക്ക് കറക്റ്റ് ആയിട്ട് ഓപ്റ്റ് ഔട്ട് ചെയ്യാൻ അല്ലെങ്കിൽ നമുക്ക് കൃത്യമായി ഓപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഉത്തരങ്ങൾ ഏതൊക്കെയാണ്? Option A, they are learner centric. Then we have option C, they can benefit large number of learners obviously, and then we have option D, they can be accessed anytime, anywhere and any number of times. Okay, ഇതിനകത്ത് ബിയും ഇയുമാണ് ഇതിനകത്ത് നമുക്ക് ഓപ്റ്റ് ചെയ്യാൻ സാധിക്കാത്ത ആൻസർ എന്ന് പറയുന്നത്. They can be delivered only through Swayam portal. സ്വയം എന്ന് പറയുന്നത് ഒരു സാധ്യതയാണ്, ഇന്ത്യയുടെ ഒരു MOOC പ്ലാറ്റ്ഫോം ആണെന്നുള്ളത് ശരിയാണ്. പക്ഷേ ദാറ്റ് ഇസ് നോട്ട് ദി ഓൺലി പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ പോർട്ടൽ ത്രൂ വിച്ച് വി കൻ ആക്ച്വലി ഡെലിവർ ദീസ് കോണ്ടന്റ്സ്. ആൻഡ് ഓൾസോ ഇ, ഓൾ മൂവ്സ് ആർ ഫോർ ഏർണിംഗ് ക്രെഡിറ്റ്. ആ ഓപ്ഷനും ഇതിൽ നിന്ന് എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞാൽ നമുക്ക് A, C and D എന്നുള്ള ഓപ്ഷൻ എടുക്കാം. A, C and D only is option D. So the right answer for this question is obviously option D itself. Moving to the next question. ഇത് നമ്മൾ നോക്കാനായിട്ട് പോകുന്ന ചോദ്യങ്ങൾ ലോജിക്കൽ റീസണിങ് എന്ന് പറയുന്ന ഏരിയയിൽ നിന്നുള്ള ചോദ്യങ്ങളാണ്. സോ ആദ്യത്തെ ഒരു ചോദ്യം സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങളാണ്, സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻ ആണ്. സ്റ്റേറ്റ്മെന്റ് 1 പറയുന്നത് എന്താണ്? In Swartha Hanuman, inference for oneself, we did not require a formal statement of the different members of inference according to Nyaya view of inference. And in statement 2, it says that Swartha Hanuman is a psychological process. So, ഈ അനുമാൻ അല്ലെങ്കിൽ ഇൻഫറൻസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയി ലോജിക്കൽ റീസണിങ്ങിൽ എസ്പെഷ്യലി വളരെ ഫോക്കസ് ചെയ്ത് പറഞ്ഞാൽ ഇന്ത്യൻ ലോജിക്കിൽ നമ്മൾ പഠിക്കുന്ന ഒരു ഏരിയ ആണ്. നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അനുമാൻ ഉണ്ട്. സോ അതിനകത്ത് ഒരു ടൈപ്പ് എന്ന് പറഞ്ഞാൽ സ്വാർത്ഥ അനുമാനാണ്. എന്താണ് ഈ സ്വാർത്ഥ അനുമാൻ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇൻഫറൻസ് ഫോർ വൺ സെൽഫ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളെ തന്നെ കൺവിൻസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഇൻഫറൻസ് അല്ലെങ്കിൽ അതിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡ്, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാം? ഈ ഇൻഫറൻസ് ഫോർ വൺ സെൽഫ് എന്ന് പറയാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ സ്റ്റേറ്റ്മെന്റ് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. Inference for oneself, we do not require, in inference for oneself, we do not require a formal statement of the different members of inference according to Nyaya view of inference. So, നമ്മൾ ഈ സ്വാർത്ഥ അനുമാൻ നമ്മൾ പഠിക്കുന്ന സമയത്ത് അതിനെ നമ്മൾ പരാർത്ഥ അനുമാൻ എന്ന് പറയുന്ന മറ്റൊരു ടൈപ്പുമായിട്ട് വെച്ച് കമ്പയർ ചെയ്ത് പഠിക്കാറുണ്ട്. സോ പരാർത്ഥ അനുമാൻ എന്ന് പറഞ്ഞാൽ എന്താ? വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് നമുക്ക് ഒരു ചില പ്രൊപ്പോസിഷൻസ് ഒക്കെ ഉണ്ട്. ആ പ്രൊപ്പോസിഷൻസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ലോജിക്കലി നമ്മൾ റീസൺ ഔട്ട് ചെയ്ത് കൊണ്ടിരുന്ന തരത്തിലേക്ക് ഒരു ഇൻഫറൻസ് വരികയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ പരാർത്ഥ അനുമാൻ എന്ന് പറയുന്നത്. സോ നിങ്ങൾ മേ ബി കേട്ടിട്ടുണ്ടായിരിക്കും പ്രതിജ്ഞ, ഹേതു, അങ്ങനെയുള്ള ചില ടേംസ് ഒക്കെ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് ഈ ഡിഫറെൻറ്റ് പ്രൊപ്പോസിഷൻസ്, 5 മെമ്പേർഡ് സിലജിസം എന്നൊക്കെ നമ്മൾ അതിനെ പറയാറുണ്ട്. സോ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമുക്ക് പഠിക്കേണ്ടുന്ന ഒരു ഏരിയ തന്നെയാണത്. സോ അവിടെ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന കാര്യം എന്താ? ഈ ഇൻഫറൻസുമായിട്ട് ബന്ധപ്പെട്ട് അതിനകത്ത് ഡിഫറെൻറ്റ് പ്രൊപ്പോസിഷൻസ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് മെമ്പേഴ്സ് ഉണ്ട്. ആ മെമ്പേഴ്സിനെ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് കൃത്യമായി ലോജിക്കലി നമ്മൾ റീസൺ ഔട്ട് ചെയ്തിട്ട് നമ്മളൊരു ഇൻഫറൻസിലേക്ക് വരും. അതാണ് പരാർത്ഥ അനുമാൻ. സ്വാർത്ഥ അനുമാനിൽ എന്താ സംഭവിക്കുന്നത്? ഇൻഫറൻസ് ഫോർ വൺ സെൽഫ് ആണ്. നമ്മളെ തന്നെ കൺവിൻസ് ചെയ്യാനാണ്. സോ ഇൻ ദാറ്റ് കേസ് വി ഡു നോട്ട് റിക്വയർ എ ഫോർമൽ സ്റ്റേറ്റ്മെന്റ് of the different members of inference according to Nyaya view of inference. എന്നാ പറഞ്ഞേക്കുന്നത് ആ ഒരു കോണ്ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുകയാണ്. സോ ആ സ്റ്റേറ്റ്മെന്റ്
ശരിയാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ? സ്വാത് ഹനുമാൻ ആസ് എ സൈക്കോളജിക്കൽ പ്രോസസ്. അഗെയിൻ ദാറ്റ് ഇസ് ട്രൂ. സോ നമ്മളുടെ മൈൻഡിൽ നമ്മൾ തന്നെ നമ്മളെ കൺവിൻസ് ചെയ്യാനായിട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സ്, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സിൽ വരുന്ന ഇൻഫറൻസിനെയാണ് നമ്മൾ ഈ ഇൻഫറൻസ് ഫോർ വൺ സെൽഫ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ബോത്ത് സ്റ്റേറ്റ്മെന്റ് 1 ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 ആർ കറക്റ്റ് എന്ന് പറയാം. Moving to the next question, given below are two statements. Statement 1 says Aristotelian syllogism is essentially verbalistic. Statement 2 says Nyaya system recognizes the fact that the verbal form is the essence of inference. So again ഒരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റൻ ആണ്. അരിസ്റ്റോട്ടലിയൻ സില്ലജിസം നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അത് വെർബലിസ്റ്റിക് ആണ്. എന്ന് പറഞ്ഞാൽ വേർഡ്സിനാണ് അവിടെ ഫോക്കസ് ചെയ്യുന്നത് മോർ ദാൻ ദ റിയാലിറ്റി ബിഹൈൻഡ് ഇറ്റ് എന്നുള്ളതാണ് വ്യത്യാസം. അതൊരു ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി സ്റ്റേറ്റ്മെന്റ് 2ലേക്ക് വന്നാൽ ന്യായ സിസ്റ്റം റെക്കഗ്നൈസസ് the fact that the verbal form is the essence of inference എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അത് തെറ്റാണ്. അരിസ്റ്റോട്ടലിയൻ സില്ലജിസം വേർഡ്സിന്റെ പ്രാധാന്യം തുടങ്ങുന്നു, അല്ലെങ്കിൽ വെർബൽ ഫോമിന് അത് എസെൻഷ്യലി ഇറ്റ് ഇസ് കൺസിഡേർഡ് ആസ് ആൻ ഇമ്പോർട്ടൻറ്റ്, അല്ലെങ്കിൽ ആ എസെൻഷ്യലി വെർബലിസ്റ്റിക് ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷെ ന്യായ സിസ്റ്റത്തിലേക്ക് വരുമ്പോൾ അത് അങ്ങനെയല്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ ഉത്തരം ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാം. സ്റ്റേറ്റ്മെന്റ് 1 കറക്റ്റ് ആണ്, പക്ഷെ സ്റ്റേറ്റ്മെന്റ് 2 ഇൻകറക്റ്റ് ആണ്. ഫൈനൽ ആൻസർ കീഴിൽ നമുക്ക് തന്നിരുന്ന ഉത്തരം ഏതാണ്? ദാറ്റ് ഇസ് ഓപ്ഷൻ സി. സ്റ്റേറ്റ്മെന്റ് 1 is correct, but statement 2 is incorrect. Moving to the next question. If some men are vegetarians is given as false, which of the following can be inferred to be true from it? And we have the options: all men are vegetarians, no men are vegetarians, some men are not vegetarians, all non-vegetarians are men. സോ ഈ ചോദ്യം എവിടെ നിന്നാണ് വന്നിരിക്കുന്നത്? ഇപ്പൊ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് നമുക്കൊരു പ്രപ്പോസിഷൻ തന്നിട്ടുണ്ട്. ആ പ്രപ്പോസിഷൻ ഫോൾസ് ആണെങ്കിൽ ട്രൂ ആവാൻ സാധ്യതയുള്ള, അല്ലെങ്കിൽ ട്രൂ ആയി വരുന്ന പ്രപ്പോസിഷൻസ് ഏതൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്ത് ഏരിയയിൽ നിന്നാണ് ഈ ചോദ്യം വന്നിരിക്കുന്നത്? ഒബ്വിയസ്ലി സ്ക്വയർ ഓഫ് പ്രപ്പോസിഷൻ അല്ലേ. സോ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താ? സം മെൻ ആർ വെജിറ്റേറിയൻ. സം മെൻ ആർ വെജിറ്റേറിയൻസ് എന്ന് പറയുമ്പോൾ പെർട്ടിക്കുലർ അഫർമേറ്റീവ് ആയിട്ടൊരു പ്രപ്പോസിഷൻ ആണ് അവിടെ തന്നിരിക്കുന്നത്. പെർട്ടിക്കുലർ അഫർമേറ്റീവ് ഫോൾസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. പെർട്ടിക്കുലർ അഫർമേറ്റീവ് ഫോൾസ് ആയാൽ ഉറപ്പായും ട്രൂ ആവുന്ന സ്റ്റേറ്റ്മെന്റ് ഏതായിരിക്കും? പെർട്ടിക്കുലർ അഫർമേറ്റീവ് ഫോൾസ് ആയാൽ ഉറപ്പായും ട്രൂ ആവുന്ന സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് എന്താ? യൂണിവേഴ്സൽ നെഗറ്റീവ് ആണ്. അപ്പോൾ നോ മെൻ ആർ വെജിറ്റേറിയൻസ് ഒബ്വിയസ്ലി എന്തായിട്ട് വരണം? ഇതിന്റെ ആൻസർ ആയിട്ട് വരണം. നോ മെൻ ആർ വെജിറ്റേറിയൻസ് ഉറപ്പായിട്ടും ഇതിന്റെ ആൻസർ ആണ്. ഇനി ഒന്നുകൂടെ ചിന്തിച്ച് നോക്കിയാൽ സം മെൻ ആർ വെജിറ്റേറിയൻസ്. സ്ക്വയർ ഓഫ് പ്രപ്പോസിഷൻ അറിയുന്ന ആളുകൾക്ക് ഇത് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ സാധിക്കും. ആ ഒരു ഐഡിയ അറിയില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. സോ നിങ്ങൾ നന്നായിട്ട് ഫോക്കസ് ചെയ്യുക കേട്ടോ. സ്ക്വയർ ഓഫ് ഓപ്പോസിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ലോജിക്കൽ റീസണിങ്ങിൽ, എസ്പെഷ്യലി വെസ്റ്റേൺ ലോജിക്ക് നമ്മൾ പഠിക്കുമ്പോൾ. സോ അതൊന്ന് ഫോക്കസ്ഡ് ആയിട്ട് പഠിക്കാം അറിയില്ലാത്ത ആളുകൾ. സോ നമുക്ക് ക്വസ്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ സം മെൻ ആർ വെജിറ്റേറിയൻസ് എന്ന് പറയുന്നത് പെർട്ടിക്കുലർ അഫർമേറ്റീവ് ആണ്. അത് ഫോൾസ് ആയാൽ ട്രൂ ആവുന്ന മറ്റ് ഒരു പ്രപ്പോസിഷൻ ഏതായിരിക്കും എന്നുള്ളത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അത് ഫോൾസ് ആയാൽ ഉറപ്പായിട്ടും ട്രൂ ആവുന്ന മറ്റൊരു പ്രപ്പോസിഷൻ ഏതാ? ഇപ്പം നമ്മൾ ഈ സം മെൻ ആർ വെജിറ്റേറിയൻസ് ആൻഡ് സം മെൻ ആർ നോട്ട് വെജിറ്റേറിയൻസ് എന്നുള്ള രണ്ട് പ്രപ്പോസിഷൻസ് എടുത്തു കഴിഞ്ഞാൽ ഒരെണ്ണം പെർട്ടിക്കുലർ അഫർമേറ്റീവും ഒരെണ്ണം പെർട്ടിക്കുലർ നെഗറ്റീവുമാണ്. ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താ? ദേ ആർ നോട്ട് എ സബ് കോൺട്രറീസ് എന്നാ പറയാം. സബ് കോൺട്രറീസ് തമ്മിലുള്ള റിലേഷൻഷിപ്പിന്റെ നേച്ചർ എന്താ? They can be true together, but they cannot be false together. They cannot be false together. എന്ന് പറഞ്ഞാൽ ഒരാൾ ഫോൾസ് ആയാൽ മറ്റേ ആൾ ട്രൂ ആയിരിക്കും. ബിക്കോസ് they cannot be false together. അങ്ങനെയാണെങ്കിൽ സം മെൻ ആർ വെജിറ്റേറിയൻസും സം മെൻ ആർ നോട്ട് വെജിറ്റേറിയൻസും ഒരുമിച്ച് എന്താവില്ല? ഫോൾസ് ആവില്ല. ബിക്കോസ് they cannot be false together. അപ്പോൾ അതിൽ ഒരാൾ ഫോൾസ് ആയാൽ മറ്റേ ആൾ ട്രൂ ആവണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ സാധിക്കും? സം മെൻ ആർ നോട്ട് വെജിറ്റേറിയൻസ് എന്നുള്ളതും ട്രൂ ആവുന്ന സ്റ്റേറ്റ്മെന്റ് തന്നെയാണ്. സോ നമ്മൾ ഉത്തരത്തിലേക്ക് വന്നാൽ നമുക്ക് അത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നോ മെൻ ആർ വെജിറ്റേറിയൻസ് ബിക്കോസ് സം മെൻ ആർ വെജിറ്റേറിയൻസും നോ മെൻ ആർ വെജിറ്റേറിയൻസും എന്താണ്? കോൺട്രഡിക്ടറീസ് ആണ്. ഒരെണ്ണം ഫോൾസ് ആയാൽ മറ്റത് ട്രൂ ആവണം. പിന്നെ സം മെൻ ആർ വെജിറ്റേറിയൻസ് സം മെൻ ആർ നോട്ട് വെജിറ്റേറിയൻസ് എന്നുള്ളത് ദേ ആർ സബ് കോൺട്രീസ്. അതിന്റെ റിലേഷൻഷിപ്പ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ചോദ്യത്തിനുള്ള ഉത്തരം അപ്പോൾ ഏതൊക്കെയാണ്? ബി ആൻഡ് സി ഉള്ളിയാണ്. ദാറ്റ് ഇസ് ഓപ്ഷൻ സി. സോ ദ റൈറ്റ് ആൻസർ ഇസ് ഒബ്വിയസ്ലി ഓപ്ഷൻ C. Moving to the next question. Depending on the intention, which of the following logical informal fallacies may be involved in the following argument? I am shocked to hear you preaching atheism. Does your father know you believe that? So, ഇത് എവിടെ നിന്നുള്ള ചോദ്യമാണ്? ഇൻഫോർമൽ ഫാലസീസ്, ടൈപ്സ് ഓഫ് ഇൻഫോർമൽ ഫാലസി ലോജിക്കൽ റീസണിങ് എന്നുള്ളൊരു ചോദ്യമാണ്. സോ ഇതിനകത്ത് ഇഫ് യു ആർ കൺസിഡറിങ് അല്ലെങ്കിൽ ഡിപ്പെൻഡിങ് ഓൺ ദി ഇന്റൻഷൻ ബിഹൈൻഡ് ദ സ്റ്റേറ്റ്മെന്റ് ഇതിനകത്ത് വന്നിരിക്കുന്ന ഇൻഫോർമൽ ഫാലസി ഏതാണെന്നാണ് ചോദ്യം. സോ ഏതൊക്കെയാണ്? അപ്പീൽ ടു അതോറിറ്റി ആൻഡ് അപ്പീൽ ടു ഫോഴ്സ് ആണ് ഇതിന്റെ റൈറ്റ് ആൻസർ ആയിട്ട് ഫൈനൽ ആൻസർ കീഴിൽ കൊടുത്തിരുന്നത്. സോ ദ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ എ. Moving to the next question. For which of the following forms of categorical prepositions conversion is valid? And we have the options: some SSP, some SS not P, no SSP,
ഓൾ SSP. സോ നമ്മൾ ഈ ഇൻഫറൻസിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ, ഡിഡക്റ്റീവ് ഇൻഫറൻസിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ അതിനകത്ത് നമുക്ക് മീഡിയേറ്റ് ആയിട്ടുള്ള ഇൻഫറൻസസും ഉണ്ട്, അതുപോലെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഇൻഫറൻസസും ഉണ്ട്. സോ അതിനകത്ത് ഈ ഇമ്മീഡിയറ്റ് ഇൻഫറൻസസിനകത്ത് നമ്മൾ ഫോക്കസ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഡിഡക്ഷനിലൂടെ നമ്മൾ വരുന്ന ഇൻഫറൻസിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, തന്നിരിക്കുന്ന ആ ഒരു ആർഗ്യുമെന്റിൽ ഒരു സിംഗിൾ പ്രൊപ്പോസിഷനിൽ നിന്ന് തന്നെ നമുക്ക് കൺക്ലൂഷൻ ഡിറൈവ് ചെയ്യാൻ സാധിക്കുന്ന ചില മെത്തേഡ്സ് ആണ് അവിടെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അതിനകത്ത് നമുക്ക് കൺവേർഷൻ ഉണ്ട്, ഒബ്വേർഷൻ ഉണ്ട്, കോൺട്രിപ്പോസിഷൻ ഉണ്ട്. സോ ഈ ഒരു ടോപ്പിക്ക് തന്നെ നമുക്ക് കുറച്ച് നന്നായിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കാൻ സാധിക്കുന്ന ഒരു ഏരിയ ആണ്, ഈസി ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. നന്നായിട്ട് നമുക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എ വെരി വെരി ഈസി ഏരിയ, നമുക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും. സോ ഈ ഏരിയയിൽ നിന്ന് കൺവേർഷനിൽ നിന്നാണ് ചോദ്യം വന്നിരിക്കുന്നത്. സോ കൺവേർഷൻ വാലിഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ കാറ്റഗോറിക്കൽ പ്രൊപ്പോസിഷൻസിൽ കൺവേർഷൻ വാലിഡ് ആയിട്ടുള്ളത് ഏതൊക്കെ പ്രൊപ്പോസിഷൻസിലാണെന്നുള്ളതാണ് ചോദ്യം, അല്ലെ? ഫോർ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫോംസ് ഓഫ് കാറ്റഗോറിക്കൽ പ്രൊപ്പോസിഷൻസ് കൺവേർഷൻ ഇസ് വാലിഡ്? സോ നമ്മൾ ഈ കൺവേർഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് യൂണിവേഴ്സൽ അഫർമേറ്റീവ്, യൂണിവേഴ്സൽ നെഗറ്റീവ്, പെർട്ടിക്കുലർ അഫർമേറ്റീവ്, ഈ മൂന്നിനും വാലിഡ് ആയിട്ടുള്ള കൺവേർഷൻ നമുക്ക് നടത്താൻ പറ്റും. പക്ഷേ പെർട്ടിക്കുലർ നെഗറ്റീവിന്, അതായത് സം മെസ്സസ് നോട്ട് പിക്ക് വാലിഡ് ആയിട്ടുള്ള ഒരു കൺവേർഷൻ ഇല്ല. അപ്പോൾ ഇവിടുത്തെ ചോദ്യം അത് തന്നെയാണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫോംസ് ഓഫ് കാറ്റഗോറിക്കൽ പ്രൊപ്പോസിഷൻസ് കൺവേർഷൻ ഇസ് വാലിഡ്? അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? ഈ സം മെസ്സസ് നോട്ട് പിക്ക് വാലിഡ് കൺവേർഷൻ ഇല്ല, അപ്പോൾ അതങ്ങ് ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള ഓപ്ഷൻസ് എടുക്കാം. എ സം SSP, സി നോ SSP, ഡി ഓൾ SSP. സോ എ സി ഡി ആണ് നമുക്ക് ഉത്തരമായിട്ട് വേണ്ടത്. എ സി ഡി only is option B. So the right answer is option B itself. Moving to the next question. ഇനി നമ്മൾ റിസർച്ചിലേക്ക് വരാണ്, റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിലേക്ക് ഫോക്കസ് ചെയ്യാണ്. A systematic review of literature adopts, and we have the options explicit procedures, implicit procedures, personal choice procedures, peer suggested procedures. അപ്പോൾ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായ വ്യക്തമായിട്ടുള്ളൊരു പ്രൊസീജിയർ ഉണ്ടാവും, അല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? A systematic review of literature adopts explicit procedures. So the right answer is option A itself. Moving to the next question. A major focus in quantitative research is on, and we have the options: historicity, causality, social reflections, creating an artificial environment. So research aptitude as a module നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഈ അപ്രോച്ചസ് ടു റിസർച്ച് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഈവൻ നമ്മുടെ അനാലിസിസ് ഒക്കെ ചെയ്ത സമയത്ത് തന്നെ ആദ്യം തന്നെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞൊരു ഏരിയ ആയിരുന്നു, അല്ലേ? ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ് അപ്രോച്ച് ഉണ്ട്, ഇൻഡക്റ്റീവ് ആൻഡ് ഡിഡക്റ്റീവ് അപ്രോച്ച് ഉണ്ട്. സോ ഇതിനെക്കുറിച്ചൊക്കെ വ്യക്തമായിട്ടുള്ളൊരു ധാരണ ഉണ്ടാവുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിൻ്റെ മേജർ ഫോക്കസ് എവിടെയാണെന്നുള്ളതാണ് ചോദ്യം. സോ ഈ ഓപ്ഷൻസ് പരിശോധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിനെ കുറിച്ച് പൊതുവായിട്ടുള്ളൊരു ധാരണ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈസി ആയിട്ട് നമുക്ക് ആൻസറിലേക്ക് എത്താം. ഏതാണ് റൈറ്റ് ആൻസർ? ദാറ്റ് ഇസ് കോസാലിറ്റി, അല്ലേ? കോസ് ആൻഡ് ഇഫക്റ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിൻ്റെ ഒരു മേജർ ഫോക്കസ് ആയിട്ട് വരുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. സോ ദ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ബി, കോസാലിറ്റി. Moving to the next question. Given below are two statements. Again, ഈ qualitative, quantitative എന്നാണ് ചോദ്യം വന്നിരിക്കുന്നത്. Statement 1. Often qualitative studies provide too many details of the setting that are investigated. Statement 2 says, critics point out that qualitative research suffers from the issue of replication. So ഈ സ്റ്റേറ്റ്മെന്റ്സ് നമ്മൾ രണ്ടും പരിശോധിച്ച് കഴിഞ്ഞാൽ we can understand ഇത് രണ്ടും ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ തന്നെയാണ്. സോ ബോത്ത് സ്റ്റേറ്റ്മെന്റ് 1 ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 ആർ ട്രൂ എന്നുള്ളതായിരുന്നു ഫൈനൽ ആൻസർ കീഴിലുണ്ടായിരുന്ന ഓപ്ഷൻ, അല്ലെങ്കിൽ ഉത്തരം എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, which of the following are types of error in survey research? സർവേ റിസർച്ച് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് സംഭവിക്കാൻ സാധ്യതയുള്ള എറേഴ്സ് ഏതൊക്കെയാണെന്നുള്ളതാണ് ചോദ്യം. ഏതൊക്കെ നമുക്ക് ഓപ്ഷൻ തന്നിരിക്കുന്നത്? സാമ്പിൾ എറർ, സോഴ്സ് എറർ, ഒബ്സർവേഷണൽ എറർ, ഡേറ്റ കളക്ഷൻ എറർ ആൻഡ് ഡേറ്റ പ്രോസസ്സിംഗ് എറർ. സോ ഈ ഓപ്ഷൻസ് എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം ഇതിനകത്ത് പെട്ടെന്ന് തന്നെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ഓപ്ഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ സി ആണ്, അല്ലെ? സർവേ റിസർച്ച് എന്ന് പറയുമ്പോൾ ഒബ്സർവേഷണൽ എറർ എന്ന് പറയുന്ന ഒരു സാധ്യത അവിടെ വരുന്നില്ല. സോ സി എന്നുള്ള ഓപ്ഷൻ കളഞ്ഞാൽ തന്നെ നമുക്ക് എ ബി എന്ന് പറയുന്ന രണ്ട് ഓപ്ഷൻസ് നമുക്ക് അവിടെ നിന്ന് പോകും. എ എന്ന് പറയുന്ന ABC ആണ്, ബി സി ഡി ആണ്. സോ അത് രണ്ടും നമുക്ക് കളയാം. അതിനുശേഷം സി ഡി ഓപ്ഷൻസ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഡിയും ഇയും കോമൺ ആണ്, ഡേറ്റ കളക്ഷൻ എററും ഡേറ്റ പ്രോസസ്സിംഗ് എററും. പിന്നെ ഡിഫറെൻ്റ് ആയിട്ട് വരുന്ന ഏതൊക്കെയാണ്? എ ആൻഡ് ബി ആണ്, സാമ്പിൾ എറർ ആൻഡ് സോഴ്സ് എറർ ആണ്. അപ്പോൾ ഇതിനകത്ത് നിന്ന് ഏതാണ് നമ്മൾ കളയേണ്ടത്, അല്ലെങ്കിൽ ഇതിന്ന് ഏത് ഓപ്റ്റ് ഔട്ട് ചെയ്യണം എന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈസിലി ആൻസറിലേക്ക് വരാവുന്നതേ ഉള്ളൂ. സോ അതിനകത്ത് സാമ്പിൾ എറർ എന്നുള്ളത് നമുക്ക് റൈറ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ആയിട്ട് എടുക്കാൻ സാധിക്കും. സോ ഏതൊക്കെയാണ് ഓപ്ഷൻ? സാമ്പിൾ എറർ, ദെൻ വി ഹാവ് ഡേറ്റ കളക്ഷൻ എറർ ആൻഡ് ഡേറ്റ പ്രോസസ്സിംഗ് എറർ. എ ഡി ഇ ഒള്ളിയാണ് ഇതിൻ്റെ റൈറ്റ് ആൻസർ, ദറ്റ് ഈസ് ഓപ്ഷൻ ഡി. സോ ഇങ്ങനെയുള്ള എലിമിനേഷൻ മെത്തേഡ്സ് ഒക്കെ നമുക്ക് നമ്മുടെ പരീക്ഷയുടെ ഭാഗമായിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. എപ്പോഴും നമ്മളൊരു ചോദ്യം എടുക്കുന്ന സമയത്ത് ഡയറക്റ്റ്ലി അതിൻ്റെ ഉത്തരത്തിലേക്ക് വരാനായിട്ടുള്ള സാധ്യതകൾ നമുക്ക് തെളിഞ്ഞു വരില്ല. ചില ചോദ്യങ്ങൾക്ക് ഈസിലി നമുക്ക് ആ ക്വസ്റ്റ്യനും 4 ഓപ്ഷനും കാണുന്ന സമയത്ത് തന്നെ റൈറ്റ് ആൻസർ കറക്റ്റായിട്ട് ഡയറക്റ്റ്ലി എടുക്കാൻ സാധിക്കും. പക്ഷേ
ചില ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ ഒക്കെ വന്നേക്കാം. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഇങ്ങനെയുള്ള സ്ട്രാറ്റജീസ് ഉപയോഗിക്കുക. ജസ്റ്റ് നമുക്ക് ഉറപ്പുള്ള ചില ഓപ്ഷൻസ് ഉത്തരമായി വരില്ല എന്ന് ഉറപ്പുള്ള ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്യുക. അങ്ങനെ എലിമിനേറ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മളുടെ ആ കോമ്പിനേഷനിൽ 1-2 ഓപ്ഷൻസ് നമുക്കങ്ങ് അത് അവിടുന്ന് ഓപ്റ്റ് ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെയുള്ള ഓപ്ഷൻസിൽ നിന്ന് റൈറ്റ് ആയിട്ടുള്ള ഒരു ചോയ്സ് എടുക്കുക എന്നുള്ളത് കുറച്ചും കൂടെ ഉത്തരം ശരിയാവാനായിട്ടുള്ള പ്രോബബിലിറ്റി കൂട്ടും. അപ്പം നിങ്ങൾ എക്സാം ടൈമിലും അതോടൊപ്പം തന്നെ ഇതൊക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഇങ്ങനെയുള്ള ഐഡിയാസ് ആ എക്സാം ഹോളിൽ നമുക്ക് പെട്ടെന്ന് വരുന്നതല്ല. നമ്മൾ നന്നായി പ്രാക്ടീസ് ചെയ്യുക. ഈ ക്വസ്റ്റ്യൻസ് എടുത്ത് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് തന്നെ ഇങ്ങനെയുള്ള ചില ടിപ്സും സ്ട്രാറ്റജീസും ഒക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് വെക്കുക. അത് തീർച്ചയായിട്ടും നമ്മളൊരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. Which of the following is considered as the highest scale in measurement? A very easy question. Scale of measurement അറിയാവുന്നവർക്ക് ഇത് ഈസി ആയി ആൻസർ ചെയ്യാവുന്ന ഒരു ചോദ്യമാണ്. നമ്മൾ എക്കണോമിക്സിന്റെ ഷിഫ്റ്റ് പരിശോധിച്ചപ്പോഴും ഈ സ്കെയിൽസ് ഓഫ് മെഷർമെന്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വളരെ ഈസി ആയിട്ടുള്ള ഒരു ബേസിക് ക്വസ്റ്റ്യൻ നമ്മൾ അവിടെ കണ്ടിരുന്നു. അതുപോലെ തന്നെ ആ ഏരിയയിൽ നിന്ന് കൊമേഴ്സിന്റെ ഷിഫ്റ്റ് ടൂവിലും വളരെ ഈസി ആയ ഒരു ചോദ്യം അവർ ചോദിച്ചിട്ടുണ്ട്. സോ ഹയസ്റ്റ് സ്കെയിൽ ഇൻ മെഷർമെന്റ് ഏതാണ്? ഒബ്വിയസ്ലി ദാറ്റ് ഈസ് ഓപ്ഷൻ ഡി, റേഷ്യോ. അടുത്ത ചോദ്യം. Which of the following are useful tips in preparing questions for a structured interview? Which of the following are useful tips in preparing questions for a structured interview? And we have the options. Introductory questions should be related to pleasantries. Introductory questions should be related to the research topic. Questions can be grouped if the list of questions is long. General questions should precede specific questions. Repeat the personal questions again and again to test the truthfulness of the responses of the interviewee. സോ ഇതിനകത്ത് എന്താ, ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു പ്രോപ്പർ ഇൻ്റർവ്യൂ നമ്മൾ നടത്താനായിട്ട് പോകുമ്പോൾ അതിനുള്ള ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന ടിപ്സ് എന്തൊക്കെയാണ്, യൂസ്ഫുൾ ടിപ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ്. അപ്പോൾ ഈ ഓപ്ഷൻസ് വായിച്ചപ്പോൾ തന്നെ നിങ്ങൾക്ക് ഈസിലി നിങ്ങൾ ഐഡന്റിഫൈ ദ റോങ് ഓപ്ഷൻ ഏതായിരിക്കും? ഓപ്ഷൻ ഇ ആയിരിക്കും അല്ലേ. റിപ്പീറ്റ് ദ പേഴ്സണൽ ക്വസ്റ്റ്യൻസ് അഗൈൻ ആൻഡ് അഗൈൻ ടു ടെസ്റ്റ് ദ ട്രൂത്ത്ഫുൾനെസ് ഓഫ് ദ റെസ്പോൺസസ് ഓഫ് ദി ഇന്റർവ്യൂ. ഒബ്വിയസ്ലി അതൊരു നല്ലൊരു ടിപ്പല്ല അല്ലേ, വീണ്ടും പേഴ്സണൽ ചോദ്യങ്ങൾ ചോദിക്കുക എന്നുള്ളത്. സോ ഈ ഓപ്ഷൻ നമുക്ക് കളയും. ഈ ഓപ്ഷൻ കളയുമ്പോൾ തന്നെ നമ്മൾ ഓൾറെഡി പറഞ്ഞതുപോലെ നമ്മുടെ ഓരോ ഓപ്ഷൻ അവിടെ തന്നെ നമുക്ക് പോയി. ഡി എന്ന് പറഞ്ഞ എ ഡി ഇ ആണ്, അവിടെ തന്നെ ഡി എന്നുള്ള ഓപ്ഷൻ ഉത്തരമായിട്ട് വരില്ല എന്നുള്ളത് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. എ ബി ഓപ്ഷൻസ് നിങ്ങൾ നോക്കിക്കേ. ഇൻട്രൊഡക്ടറി ക്വസ്റ്റ്യൻസ് ഷുഡ് ബി റിലേറ്റഡ് ടു പ്ലസൻട്രീസ്. ഇൻട്രൊഡക്ടറി ക്വസ്റ്റ്യൻസ് ഷുഡ് ബി റിലേറ്റഡ് ടു ദ റിസർച്ച് ടോപ്പിക്. എയും ബിയും ഓപ്ഷൻസ് ഒരേ കാര്യത്തെക്കുറിച്ച് തന്നെയാണ് പറയുന്നത്, പക്ഷെ രണ്ട് പെർസ്പെക്റ്റീവ് ആണ്. റിലേറ്റഡ് ടു പ്ലസൻട്രീസ് ആണോ, റിലേറ്റഡ് ടു റിസർച്ച് ടോപ്പിക് ആണോ, സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു ഇന്റർവ്യൂ ആണ്. അപ്പോൾ ഒബ്വിയസ്ലി ഏതാകാനാണ് സാധ്യത? ഇൻട്രൊഡക്ടറി ക്വസ്റ്റ്യൻ ഷുഡ് ബി റിലേറ്റഡ് ടു ദി റിസർച്ച് ടോപ്പിക് എന്നുള്ളത് നമുക്ക് എടുക്കാം. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാനായിട്ട് സാധിക്കും? നമുക്ക് എ വേണ്ട, ഇയും വേണ്ട എന്നുള്ളൊരു കൺക്ലൂഷനിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത് അല്ലേ. അപ്പോൾ എയും ഇയും ഇല്ലാത്ത ഓപ്ഷൻ ഏതാണ്? ദാറ്റ് ഈസ് ഓപ്ഷൻ സി, ബി സി ഡി. ബി എന്താ? ഇൻട്രൊഡക്ടറി ക്വസ്റ്റ്യൻ ഷുഡ് ബി റിലേറ്റഡ് ടു ദി റിസർച്ച് ടോപ്പിക്. Questions can be grouped if the list of questions is long. And then we have option D, general questions should precede specific questions. Okay, so B, C, D എന്നുള്ളതാണ് ഉത്തരം. So that is option C. അപ്പം ഇങ്ങനെ ഞാൻ മുമ്പ് നമ്മൾ തുടങ്ങിയ സമയത്ത് പറഞ്ഞിരുന്നു, ഇതിനകത്ത് ചോദ്യങ്ങളിൽ പലതും നമുക്ക് അറിയുന്ന ഏരിയാസിൽ നിന്നുള്ള ചോദ്യങ്ങളാണ്. പക്ഷെ അത് കൃത്യമായിട്ട് നമുക്ക് ആ കോൺസെപ്റ്റുകൾ ചോദ്യത്തിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കണം എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ കൃത്യമായി ആ ഒരു കോൺസെപ്റ്റുകളെ ക്വസ്റ്റ്യനിലേക്ക് അപ്ലൈ ചെയ്ത് ആൻസർ ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ അതിൻ്റെ ലോജിക്ക് മനസ്സിലാക്കുക. ഇപ്പം നമ്മൾ ചെയ്യുന്നത് പോലെ ചില മെത്തേഡ്സ് ഒക്കെ, ഒരു എലിമിനേഷൻ അങ്ങനെയുള്ള മെത്തേഡ്സ് ഒക്കെ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് നന്നായിട്ട് തന്നെ സ്കോർ ചെയ്യാവുന്നൊരു പേപ്പറാണ്. പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടി ഈ ഒരു എക്സാമിൻ്റെ ഭാഗമായിട്ട് എല്ലാം ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളൊന്നും അല്ല. ഡയറക്റ്റ് ചോദ്യങ്ങളുണ്ട്, ഇല്ല എന്നല്ല. പക്ഷേ ഇങ്ങനെയുള്ള ആപ്ലിക്കേഷൻ ലെവലിൽ നിന്നുകൊണ്ട് കാര്യങ്ങൾ അപ്ലൈ ചെയ്ത് ആൻസർ ചെയ്യേണ്ട ചോദ്യങ്ങളും കൂടെ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ലോജിക്കും ഈ ഒരു ക്വസ്റ്റ്യൻസ് വായിക്കുക, ഓപ്ഷൻസ് നോക്കുക, അതിന്ന് എലിമിനേറ്റ് ചെയ്ത് ഉത്തരത്തിലേക്ക് വരാനായിട്ട് ശ്രമിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും നല്ലൊരു സ്കോറിലേക്ക് എത്താൻ സാധിക്കുന്ന ഒരു പേപ്പർ തന്നെയായിരുന്നു ഷിഫ്റ്റ് ടൂവിൻ്റെ, കൊമേഴ്സിൻ്റെ ഷിഫ്റ്റ് 2 പേപ്പർ 1 എന്നുള്ളത്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. സോ ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്ന ക്വസ്റ്റ്യൻസ് പീപ്പിൾ ഡെവലപ്മെൻറ്റ് ആൻഡ് എൻവയൺമെൻറ്റ് എന്ന മൊഡ്യൂളിൽ നിന്നുള്ള ചോദ്യങ്ങളാണ്. സോ 2 സ്റ്റേറ്റ്മെൻറ്റുകളാണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്. Increasingly, photovoltaic panels are being used to supplement electrical energy from the power grid. Statement 2 says, one issue with grid-connected photovoltaics is that PV cells produce alternative current or AC, whereas power grids use direct current or DC. സോ ഇത് പീപ്പിൾ ഡെവലപ്മെൻറ്റ് ആൻഡ് എൻവയൺമെൻറ്റ് ആണ്, ഓൾറെഡി നമ്മൾ പറഞ്ഞു. സോ ഈ ഒരു പെർട്ടിക്കുലർ സ്റ്റേറ്റ്മെൻറ്റ്സ് നമ്മൾ പരിശോധിച്ചാൽ ഇതിനകത്ത് ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റും രണ്ടാമത്തത് ഇൻകറക്റ്റുമാണ്. സോ ഫൈനൽ ആൻസർ കീയിൽ ഉണ്ടായിരുന്ന ഉത്തരം ഏതാണ്? ദാറ്റ് ഈസ് ഓപ്ഷൻ സി. Moving to the next question, given below are 2 statements. Again, ഈ സ്റ്റേറ്റ്മെൻറ്റ് അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരുപാടാണ് ഇന്ത്യയെ വന്നതിന് ശേഷം നമ്മളുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. സോ എന്താണ് ഈ ക്വസ്റ്റ്യൻസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, അസേർഷൻ റീസണിങ് ആണെന്നുണ്ടെങ്കിൽ കൃത്യമായി
നമുക്ക് ആ രണ്ട് സ്റ്റേറ്റ്മെന്റ്സിനെ കണക്ട് ചെയ്യാനായിട്ട് പറ്റണം. അപ്പോൾ കോൺസെപ്റ്റിനെ കുറിച്ചുള്ള ഒരു ക്ലാരിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ സ്റ്റേറ്റ്മെന്റുകൾ ശരിയാണോ തെറ്റാണോ എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യണം. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യനിലേക്ക് വന്നാലും നമുക്ക് കാണാൻ സാധിക്കുന്ന കാര്യം എന്താണ്, ഈ രണ്ട് സ്റ്റേറ്റ്മെന്റിൽ ഇപ്പം നമുക്ക് ഒരെണ്ണം നന്നായിട്ട് അറിയാമെന്നുള്ളത് കൊണ്ട് ആ ഉത്തരത്തിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ഒരു ആൻസറിൽ, ആ ചോദ്യത്തിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ഒരു ആൻസറിലേക്ക് നമുക്ക് വരാൻ സാധിക്കണമെന്നില്ല. രണ്ട് സ്റ്റേറ്റ്മെന്റുകളും ഉണ്ട്. രണ്ട് സ്റ്റേറ്റ്മെന്റുകളെ കുറിച്ചും ഒരു ധാരണ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിൻ്റെ റൈറ്റ് ഓപ്ഷൻ അല്ലെങ്കിൽ റൈറ്റ് ആൻസർ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. പിന്നെ നമ്മൾ ശ്രദ്ധിച്ചു, പല ചോദ്യങ്ങളും ഇപ്പോൾ ഒരു ചോദ്യം 4 ഉത്തരങ്ങൾ, 4 ഓപ്ഷൻസ്, അതിന്നൊരു ഉത്തരം എന്ന് പറയുന്ന ഒരു രീതി മാറിയിട്ട് 5 or 6 ഓപ്ഷൻസ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റുകൾ തന്നിട്ട് അതിൽ നിന്ന് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ ഐഡന്റിഫൈ ചെയ്യാൻ ഉള്ള തരത്തിലേക്ക് ക്വസ്റ്റ്യൻസ് മാറുന്നുണ്ട്. ഇതിൻ്റെ ഒക്കെ പ്രത്യേകത എന്ന് പറയുന്നത് നന്നായി കോൺസെപ്റ്റുകൾ തറവാകുക, എന്ത് പഠിച്ചാലും അത് നന്നായിട്ട് അതിന് എങ്ങനെ ചോദിച്ചാലും ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കോൺസെപ്റ്റുവൽ ക്ലാരിറ്റി ഉണ്ടാവുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ആ ഒരു ആശയം അല്ലെങ്കിൽ ആ ഒരു കാര്യം കൂടെ മനസ്സിൽ വെക്കാം. ആൻഡ് ഓൾസോ പ്രാക്ടീസ് ചെയ്യാൻ നന്നായിട്ട് ഈ അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻസ്, സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരുപാട് എടുത്ത് അത് നന്നായി പ്രാക്ടീസ് ചെയ്യുന്നതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം അങ്ങനെയുള്ള ചോദ്യങ്ങൾ എങ്ങനെ നമുക്ക് ടാക്കിൾ ചെയ്യാൻ സാധിക്കും എന്നുള്ളതിൻ്റെ ഉത്തരം നന്നായി കോൺസെപ്റ്റുകൾ പഠിക്കാം ആൻഡ് ദെൻ പ്രാക്ടീസ് ആസ് മച്ച് ആസ് ക്വസ്റ്റ്യൻസ് പോസിബിൾ. ഓക്കെ, അപ്പോൾ ഈ ചോദ്യത്തിലേക്ക് വന്ന സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ്. സ്റ്റേറ്റ്മെന്റ് 1 says all potential pollutants are synthetic chemicals. Statement 2 says many of the emerging contaminants have been observed to bioaccumulate in wildlife and humans. So ഈ സ്റ്റേറ്റ്മെന്റുകൾ നമ്മൾ പരിശോധിച്ചാൽ ഇതിൻ്റെ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് റോങ് ആണ്, പക്ഷേ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണ്. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് 1 is false but statement 2 is true എന്നുള്ളതാണ് ഇതിൻ്റെ റൈറ്റ് ആൻസർ. Next question, typhoid fever, a waterborne disease, is caused by virus, bacteria, protozoan and helminth. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഈ പൊല്യൂട്ടൻസ് അല്ലെങ്കിൽ പൊല്യൂഷൻ ഒക്കെ നമ്മൾ പഠിക്കുന്നതിൻ്റെ കൂടെ തന്നെ ഇത്തരത്തിൽ പൊല്യൂഷൻ മൂലം ഉണ്ടാവുന്ന അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ഡിസീസസ് ഉണ്ട്. ഇപ്പോൾ വാട്ടർബോൺ ഡിസീസസ് ആവാം, ആ രീതിയിൽ ഡിഫറെൻറ്റ് ഡിസീസസ്, അതിൻ്റെ സോഴ്സസ് എന്താണ്, ആ ഡിസീസസിൻ്റെ കാരണമാകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ഒരു ഏരിയ തന്നെയാണ്. അപ്പോൾ ആ ഏരിയ അറിയാവുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് അത്ര ബുദ്ധിമുട്ടുള്ള ഒരു ക്വസ്റ്റൻ അല്ല, ഈ ടൈഫോയിഡ് ഫീവർ റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യം. പക്ഷെ നമുക്ക് ഇത് അത്ര ധാരണയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഉത്തരം എഴുതാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. സോ എന്തായാലും ഇതിൻ്റെ റൈറ്റ് ആൻസർ ഏതാണ്? ദാറ്റ് ഈസ് ഓപ്ഷൻ ബി, ബാക്ടീരിയ. Okay, moving to the next question. Global warming can lead to or aggravate which of the following natural disasters? And we have the options drought, earthquake, flood and storm. So നമുക്ക് കുറച്ച് ഓപ്ഷൻസ് ഇവിടെ തന്നിട്ടുണ്ട് and we have to identify the correct answer from the options as well. So ഇതിൻ്റെ റൈറ്റ് ഓപ്ഷൻ ആയിട്ട് ഫൈനൽ ആൻസർ കീഴിൽ ഉണ്ടായിരുന്നത് ഏതാണ്? ദാറ്റ് ഈസ് ഓപ്ഷൻ ബി, A, C, D only എന്നുള്ളതാണ്. Moving to the next question. Given below are two statements. One is labeled as assertion A and the other is labeled as reason R. Assertion എന്താ പറയുന്നത്? Chlorofluorocarbons or CFCs are potent greenhouse gases. That is true അല്ലേ? CFC potent greenhouse gases ആണ്, അത് ശരിയാണ്. റീസൺ ആയിട്ട് പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് എന്താണ്? CFCs have the ability to catalytically destroy ozone in stratosphere. That is again true. നമുക്കറിയാം, നമ്മൾ ഈ CFC റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ഗ്ലോബൽ വാർമിങ്ങിനെ കുറിച്ച് പഠിക്കുന്ന സമയത്തായാലും ഈവൻ ഓസോൺ ഡിപ്ലീഷനുമായിട്ട് ബന്ധപ്പെട്ട ഓസോൺ ഡിപ്ലീറ്റിംഗ് സബ്സ്റ്റൻസസിനെ കുറിച്ച് പഠിക്കുമ്പോഴാണെങ്കിലും അവിടെയൊക്കെ നമ്മൾ CFCനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ ദാറ്റ് സ്റ്റേറ്റ്മെന്റ് ഇസ് അഗെയിൻ ട്രൂ. അപ്പോൾ ഈ രണ്ട് സ്റ്റേറ്റ്മെന്റുകളും ട്രൂ ആണ്. പക്ഷേ ഇനി നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ടത് എന്താണ്? അസേർഷൻ റീസൺ ആണ്. അപ്പോൾ ഇത് തമ്മിൽ കണക്ഷൻ ഉണ്ടോ എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട കാര്യം. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഗ്രീൻ ഹൗസ് ഗ്യാസസിനെ കുറിച്ചും രണ്ടാമത്തേത് ഓസോൺ ഡിപ്ലീഷനെ കുറിച്ചുമാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഡയറക്ട്ലി ഇവർ തമ്മിലൊരു കണക്ഷൻ നമുക്ക് അങ്ങനെ ട്രേസ് ഔട്ട് ചെയ്യാനായിട്ട് ഈ രണ്ട് സ്റ്റേറ്റ്മെന്റുകളെ തമ്മിൽ ഒന്നൊന്നിൻ്റെ റീസൺ ആയിട്ട് പറയാനായിട്ട് സാധിക്കില്ല. കാരണം ഒരെണ്ണം ഗ്രീൻ ഹൗസ് ഗ്യാസ് അല്ലെങ്കിൽ ഈ ഗ്ലോബൽ വാർമിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യത്തെക്കുറിച്ചാണ് പരാമർശിച്ചിരിക്കുന്നത്. രണ്ടാമത്തത് ഓസോൺ ഡിപ്ലീഷൻ എന്ന് പറയുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ത്രെറ്റിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പോൾ രണ്ട് സ്റ്റേറ്റ്മെന്റുകളും ശരിയാണ്, പക്ഷെ അതിനെ തമ്മിൽ നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ റൈറ്റ് ആൻസർ ഏതായിരിക്കും? Both A and R are correct, but R is not the correct explanation of A. That is option B.
question, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന മൊഡ്യൂളിൽ നിന്നുള്ള ചോദ്യങ്ങളാണ്. In India, much of the central government expenditure on general higher education is routed through, and we have the options: National Council for Teacher Education, All India Council for Technical Education, University Grants Commission, National Council for Educational Research and Training. So, general higher education like central government in the expenditure ഏത് കൗൺസിൽ അല്ലെങ്കിൽ ഏത് ബോഡി ത്രൂ ആണ് ലഭിക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. So that is obviously option C, right? That is option C, University Grants Commission. Moving to the next question, broad parameters adopted by National Institutional Ranking Framework are. So ഈ ചോദ്യവും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ NIRF റാങ്കിങ് പഠിക്കുന്ന സമയത്ത് അതിനകത്ത് ഫോക്കസ് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ NIRF റാങ്കിങ്ങിൻ്റെ ഭാഗമായിട്ട് വരുന്ന കാറ്റഗറീസ്, അതിൻ്റെ പാരമീറ്റേഴ്സ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ഇംഗ്ലീഷ് യൂട്യൂബ് ചാനലിൽ നമ്മൾ ഓൾറെഡി അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്നൊരു വീഡിയോയും ചെയ്തിരുന്നു. സോ ആ പാരമീറ്റേഴ്സ് ഏതൊക്കെയാണെന്ന് അറിയാമെന്നുണ്ടെങ്കിൽ ഇത് വളരെ ഈസി ആയിട്ടൊരു ക്വസ്റ്റൻ ആണ്. പക്ഷെ അതത്ര ധാരണയില്ല എന്നുണ്ടെങ്കിൽ എന്നാലും ഇതിൻ്റെ ഓപ്ഷൻസ് പരിശോധിച്ചാൽ നമുക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാവുന്നതേ ഉള്ളൂ എന്ന് തോന്നുന്നു. ഓപ്ഷൻസ് നമുക്ക് നോക്കാം. ടീച്ചിങ്, ലേണിംഗ് ആൻഡ് റിസോഴ്സസ്, ഗ്രാജുവേഷൻ ഔട്ട്കംസ്, ഔട്ട്റീച്ച് ആൻഡ് ഇൻക്ലൂസിവിറ്റി, പിയർ പെർസെപ്ഷൻ, ലോ കാർബൺ ഫുട് പ്രിന്റ്. സോ ഈ ഹയർ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ട് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ റാങ്കിങ് ഫ്രെയിംവർക്കിൻ്റെ ഒക്കെ ഭാഗമായിട്ട് വരാൻ സാധ്യതയുള്ള ഓപ്ഷൻസ് ഏതൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കുന്നു. ഒബ്വിയസ്ലി ABCD, right? Teaching, learning and resources, graduation outcomes, outreach and inclusivity, peer perception. So that is option A. Moving to the next question, which university in India was first to throw all university examinations open to girls? And the right answer, ഒരു factual question ആണ്. ഇതിൻ്റെ ഉത്തരമായിട്ട് ഫൈനൽ ആൻസർ കീഴിൽ ഉണ്ടായിരുന്ന ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ D ആണ്. That is Bombay University. Moving to the next question, according to current estimate, the gross enrollment ratio in higher education in India is around 27%, which is expected to be increased to dash by the end of 2035. So, ഇത് നമ്മൾ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 പഠിക്കുന്ന സമയത്ത് അവിടെ ഫോക്കസ് ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ആസ്പെക്റ്റ് ആണ്. അപ്പം ഈ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി എന്ന് പറയുന്നത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. എഡ്യൂക്കേഷൻ പോളിസീസ് എല്ലാം 68-ലെ ആയാലും 86-ലെ ആയാലും 2020-ലെ ആയാലും എക്സാം പോയിന്റ് ഓഫ് വ്യൂ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് എസ്പെഷ്യലി വളരെ റീസെൻ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു പോളിസി എന്നുള്ള നിലയ്ക്ക് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ നമ്മൾ അത് പഠിക്കുന്ന സമയത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇതിൻ്റെ വിവിധ മേഖലകൾ, ഇപ്പം സ്കൂൾ എഡ്യൂക്കേഷൻ, അതുപോലെ ടീച്ചർ എഡ്യൂക്കേഷൻ, ഹയർ എഡ്യൂക്കേഷൻ, ഇതിലൊക്കെ വന്നിട്ടുള്ള അല്ലെങ്കിൽ വരാനായിട്ട് പോകുന്ന അല്ലെങ്കിൽ ഈ ഡ്രാഫ്റ്റിൽ അവർ പരാമർശിച്ചിട്ടുള്ള റെക്കമെൻഡേഷൻസ് നമ്മൾ നോക്കാറുണ്ട്. സോ അതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫോക്കസ് എന്ന് പറയുന്നത് ഈ ഒരു എയിമാണ്. ഇതിൻ്റെ ഒരു ഉദ്ദേശം അല്ലെങ്കിൽ ഈ ഒരു ഫോക്കസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഗ്രോസ് എൻറോൾമെൻറ്റ് റേഷ്യോയുമായിട്ട് ബന്ധപ്പെട്ട് വെച്ചിട്ടുള്ള ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത്. സോ അക്കോർഡിംഗ് ടു കറന്റ് എസ്റ്റിമേറ്റ്, the gross enrollment ratio in higher education in India is around 27%, which is expected to be increased to 50% by the end of 2035. അതാണ് ഇതിൻ്റെ റൈറ്റ് ആൻസർ. സോ 50% എന്ന് പറയുന്നത് ഓപ്ഷൻ C ആണ്. Moving to the next question, given below are two statements. Statement 1 says, in India, increasing access to higher education has been constrained by low completion rates at secondary education stage. And statement 2 says, by 2030, all multidisciplinary higher education institutions will be closed down. സോ ഈ സ്റ്റേറ്റ്മെൻറ്റുകൾ നോക്കിയാൽ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണ്. പക്ഷെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ നോക്കിയാൽ ബൈ 2030 ഓൾ മൾട്ടി ഡിസിപ്ലിനറി ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വിൽ ബി ക്ലോസ് ഡൗൺ. ദാറ്റ് ഈസ് റോങ്. മൾട്ടി ഡിസിപ്ലിനറി ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളായിരിക്കുന്നത്. ഈവൻ നമ്മുടെ ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയിലും ഈ പറഞ്ഞിരിക്കുന്ന മൾട്ടി ഡിസിപ്ലിനറി ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ പ്രൊമോട്ട് ചെയ്യണം, ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാം അങ്ങനെ മാറണം എന്നുള്ള ഒരു സജഷനാണ് വന്നിരിക്കുന്നത്. സോ ഇൻ ദാറ്റ് കേസ് നമുക്ക് എന്ത് പറയാം? ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്, പക്ഷെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. അങ്ങനെയാണെങ്കിൽ റൈറ്റ് ആൻസർ ഏതാണ്? സ്റ്റേറ്റ്മെൻറ്റ് 1 is true, but statement 2 is false. Moving to the next question, ഇനി നമ്മൾ നോക്കാൻ പോകുന്ന ചോദ്യങ്ങൾ കമ്മ്യൂണിക്കേഷൻ എന്ന മൊഡ്യൂളിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. അസർഷൻ റീസൺ ക്വസ്റ്റൻ ആണ്. Communication has the power to persuade, inform and disinform. Reason says, the process of propaganda makes a line of distinction transparent between its elements for being persuasive. So ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റുകൾ പരിശോധിച്ചാൽ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, നിങ്ങൾ ഈ സ്റ്റേറ്റ്മെൻറ്റുകൾ കറക്റ്റായിട്ടൊന്ന് വായിച്ചു നോക്കിയാൽ, കുറച്ചൊന്ന് ഫോക്കസ്ഡ് ആയിട്ട് ഇതിൻ്റെ മീനിങ് മനസ്സിലാക്കാനായിട്ട് ശ്രമിച്ചാൽ നമുക്ക് പറയാൻ കഴിയുന്ന കാര്യം എന്താണ്? ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്, പക്ഷെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. സോ അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ റൈറ്റ് ആൻസർ ഏതാണ്? A is true, but R is false. That is option C. So the right answer that is given as the final answer key is also option C.
അടുത്ത ചോദ്യം, when it comes to knowledge sharing, the important aspects of communication are the supply side, the demand side, the policy currents, the push and pull of policy makers, the choice of filters. കമ്മ്യൂണിക്കേഷൻ എന്നുള്ള ചോദ്യങ്ങൾ പൊതുവേ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് നമുക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്ന ചോദ്യങ്ങളായിരുന്നു പൊതുവെ ഈ ഷിഫ്റ്റിൽ ഉണ്ടായിരുന്നത്. ചില ചോദ്യങ്ങൾ ഈ പറഞ്ഞതുപോലെ നമുക്ക് ആ ചോദ്യം നന്നായി വായിച്ച് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ ഓപ്ഷൻസ് ഒന്ന് ഐഡന്റിഫൈ ചെയ്യാൻ അതിൻ്റെ മീനിങ് ഒന്ന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചാൽ ആൻസർ ചെയ്യാവുന്ന തരത്തിലുണ്ടായിരുന്നു. ബട്ട് അറ്റ് ദ സെയിം ടൈം ചില ചോദ്യങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങളായിട്ട് തന്നെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. സോ ഈ ചോദ്യത്തിന്റെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ ഏതാണ് ഫൈനൽ ആൻസർ കീയിൽ ഉണ്ടായിരുന്നത്? ദാറ്റ് ഇസ് ABC only. The supply side, the demand side and the policy currents. Moving to the next question. In communication, a high order of inference drawn from experience, direct or indirect, is responsible for. And we have the options generalization, simplification, abstraction, strong reaction. ചോദ്യം എന്താ ചോദിച്ചിരിക്കുന്നത്? ഹൈ ഓർഡർ ഓഫ് ഇൻഫറൻസ് ഡ്രോൺ ഫ്രം എക്സ്പീരിയൻസ്, ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ്. സോ എന്തായിരിക്കും ഇതിന്റെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ? ഫ്രം ദി ഓപ്ഷൻസ് വി ക്യാൻ സീ ദാറ്റ് ഓപ്ഷൻ സി അബ്സ്ട്രാക്ഷൻ ആണ് ഇതിന്റെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ. ഫൈനൽ ആൻസർ കീഴിലും ഓപ്ഷൻ സി ആണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അഗെയിൻ സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻ ആണ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത് എന്താ? കമ്മ്യൂണിക്കേഷൻ ആൻഡ് സോഷ്യലൈസേഷൻ ആർ ടു നോൺ കൺവെർജന്റ് ഡയമെൻഷൻസ് ഓഫ് എനി മോഡേൺ സൊസൈറ്റി. ദാറ്റ് ഈസ് ആക്ച്വലി റോങ് അല്ലേ? നോൺ കൺവെർജന്റ്, അതായത് കമ്മ്യൂണിക്കേഷനും സോഷ്യലൈസേഷനും തമ്മിൽ ഒരിക്കലും ബന്ധപ്പെട്ട് പൊരുത്തപ്പെട്ട് പോവില്ലാത്ത രണ്ട് കാര്യങ്ങളാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദാറ്റ് ഈസ് റോങ്. കമ്മ്യൂണിക്കേഷൻ ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് സോഷ്യലൈസേഷൻ. സോഷ്യലൈസേഷൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്ട് തന്നെയാണ് കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ തന്നെ നമുക്ക് എന്ത് പറയാം? ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ഫോൾസ് ആണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത് എന്താ? കമ്മ്യൂണിക്കേഷൻ ഇനേബിൾസ് ദ പ്രൊമോഷൻ ഓഫ് വാല്യൂസ് ദാറ്റ് ഫെസിലിറ്റേറ്റ് ദ പ്രോസസ് ഓഫ് എൻകൾച്ചറൈസേഷൻ ഓഫ് പീപ്പിൾ ഇൻ എ സൊസൈറ്റി. ഒബ്വിയസ്ലി ഇപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞിരിക്കുന്ന ആ ഒരു സ്റ്റേറ്റ്മെന്റിന്റെ നേരെ വിരുദ്ധമായിട്ടുള്ളൊരു കാര്യമാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞിരിക്കുന്നത്. ഈ സോഷ്യലൈസേഷൻ്റെ ഒക്കെ വളരെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ നമ്മുടെ കൾച്ചർ, സൊസൈറ്റി അതുമായിട്ട് ബന്ധപ്പെട്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഒരു കോൺസെപ്റ്റാണ് എൻകൾച്ചറേഷൻ എന്ന് പറയുന്നത് അല്ലേ? നമ്മളുടെ കൾച്ചേഴ്സ് എൻകൾക്കേറ്റ് ചെയ്യുക നമ്മളിലേക്ക് എന്നുള്ളൊരു ആശയം അവിടെ ഉള്ളത്. അപ്പോൾ അതിന് കമ്മ്യൂണിക്കേഷന് വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനമുണ്ട് എന്നാണ് സ്റ്റേറ്റ്മെന്റ് 2 പറയുന്നത്. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ പറയുന്നത്? സോഷ്യലൈസേഷനും കമ്മ്യൂണിക്കേഷനും തമ്മിൽ ഒരു ബന്ധമില്ലെന്ന് പറയുന്നു. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നു ഇറ്റ് ആക്ച്വലി ഇനേബിൾസ് ദ പ്രൊമോഷൻ ഓഫ് വാല്യൂസ് ദാറ്റ് ഫെസിലിറ്റേറ്റ് ദ പ്രോസസ് ഓഫ് എൻകൾച്ചറൈസേഷൻ ഓർ എൻകൾച്ചറേഷൻ ഓഫ് പീപ്പിൾ ഇൻ ദ സൊസൈറ്റി. സോ ഇൻ ദാറ്റ് സെൻസ് നമുക്ക് എന്ത് പറയാം? ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്, ഫോൾസ് ആണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണ്. സോ സ്റ്റേറ്റ്മെന്റ് 1 is false but statement 2 is true എന്നതാണ് ഇതിന്റെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ. Moving to the next question. In which context the true effects of mass media communication on mass audience can be understood? സോ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണ്? മാസ് കമ്മ്യൂണിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ളൊരു ചോദ്യമാണിത്. അപ്പോൾ ദ ട്രൂ ഇഫക്ട്സ് ഓഫ് മാസ് മീഡിയ കമ്മ്യൂണിക്കേഷൻ ഓൺ മാസ് ഓഡിയൻസ് ക്യാൻ ബി അണ്ടർസ്റ്റുഡ് ഇൻ വിച്ച് കോണ്ടെക്സ്റ്റ് എന്നുള്ളതാണ് ചോദ്യം അല്ലേ? സോ ദാറ്റ് വാസ് സോഷ്യൽ കോണ്ടെക്സ്റ്റ്. സോഷ്യൽ കോണ്ടെക്സ്റ്റിലാണ് ആ ഒരു ഇഫക്റ്റ് മാസ് മീഡിയ കമ്മ്യൂണിക്കേഷൻ്റെ മാസ് ഓഡിയൻസിലുള്ള ഇഫക്റ്റ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. സോ ദ റൈറ്റ് ആൻസർ ഗിവൻ ഇൻ ദി ആൻസർ കീ was also option B, that is social context. Moving to the next question. ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്ന ചോദ്യങ്ങൾ ICTയിൽ നിന്നുള്ള ചോദ്യങ്ങളാണ്. Ms. Reena has been appointed by the Cyber Security Cell of Mumbai to break into the website of a terrorist organization to extract information. What among the following is a suitable description of Reena's profile? And we have various options given as well. So ഇവിടെ ചോദിച്ചിരിക്കുന്ന കാര്യം എന്താണ്? സൈബർ സെക്യൂരിറ്റി സെൽ ഓഫ് മുംബൈ മിസ് റീനയെ ഒരു ദൗത്യം ഏൽപ്പിച്ചു. എന്താണ്? ഒരു ടെററിസ്റ്റ് ഓർഗനൈസേഷൻ്റെ വെബ്സൈറ്റിലേക്ക് ബ്രേക്ക് ഇൻ ചെയ്തിട്ട് അവരുടെ ഇൻഫർമേഷൻസ് എക്സ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ അങ്ങനെയുള്ള ഒരു ദൗത്യം ഏറ്റെടുത്തിട്ടുള്ളത് ബേസിക്കലി ഹാക്കിംഗ് ആണ് അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള ഒരു ദൗത്യം ഏറ്റെടുത്തിട്ടുള്ള റീനയുടെ പ്രൊഫൈലിന് കൊടുക്കാനായിട്ട് സാധിക്കുന്ന സ്യൂട്ടബിൾ ഡിസ്ക്രിപ്ഷൻ എന്താണ് എന്നുള്ളതാണ് ചോദ്യം. സോ ദാറ്റ് ഈസ് എത്തിക്കൽ ഹാക്കിംഗ് അല്ലേ? അപ്പോൾ എത്തിക്കൽ ഹാക്കർ എന്നുള്ളതാണ് റീനയുടെ പ്രൊഫൈലിന് കൊടുക്കാനായിട്ട് സാധിക്കുന്ന നെയിം എന്ന് പറയുന്നത്. സോ ദ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ B. അടുത്ത ചോദ്യം. ഗിവൺ ബിലോ ആർ 2 സ്റ്റേറ്റ്മെന്റ്, സ്റ്റേറ്റ്മെന്റ് 1 ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2. ഇത് രണ്ടും ബേസിക്കലി നമ്മളുടെ നമ്പർ സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളാണ്. ആൻഡ് ഓൾസോ സ്റ്റേറ്റ്മെന്റ് 2 നമ്പർ സിസ്റ്റം റിലേറ്റഡ് ആണ്. അതിനകത്തെ നമ്മളുടെ കൺവേർഷൻസ് ആണ്. ഇപ്പം നമ്മൾ നമ്പർ സിസ്റ്റം എടുത്താൽ ബൈനറി, ഒക്ടാൽ, ഹെക്സാഡെസിമൽ, ഡെസിമൽ, അങ്ങനെ ഡിഫറെൻറ്റ് നമ്പർ സിസ്റ്റംസ് നമുക്കുണ്ട്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും അതിനെ കൺവേർട്ട് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ്. സോ സ്റ്റേറ്റ്മെന്റ് 2 ആ കൺവേർഷനെയാണ് ഫോക്കസ് ചെയ്യുന്നത്. സ്റ്റേറ്റ്മെന്റ് 1 എന്ന് പറയുന്നത് എന്താണ്? മെമ്മറി യൂണിറ്റ്സ് ബേസ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യമാണ്. സോ ഡിഫറെൻറ്റ് മെമ്മറി യൂണിറ്റ്സിനെ കുറിച്ച് നമുക്കൊരു ഐഡിയ ഉണ്ടാവണം, ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവണം. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. അപ്പോൾ ഈ ക്വസ്റ്റിനകത്ത് ഈ പറഞ്ഞതുപോലെ ഈ ഏരിയാസിനെ കുറിച്ചും മെമ്മറി യൂണിറ്റ്സിനെ കുറിച്ചും അതുപോലെ തന്നെ ഡിഫറെൻറ്റ് നമ്പർ സിസ്റ്റംസ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കൺവേർഷൻസിനെ കുറിച്ചും ഐഡിയ ഉണ്ടെങ്കിൽ മാത്രമേ
നമുക്കിത് ആൻസർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അല്ലാത്ത പക്ഷം ഇത് ആൻസർ ചെയ്യാന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. പക്ഷെ അറിയാമെങ്കിൽ ഈസിലി ആൻസർ ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു ഏരിയയും കൂടിയാണ്. സോ നമ്മൾ അതിൻ്റെ കൺവേർഷൻ അങ്ങനെയുള്ള ഡീറ്റെയിൽസിലേക്ക് ഇപ്പം നമ്മൾ പോകുന്നില്ല. നമുക്ക് പിന്നീട് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എന്തായാലും നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഇത് നന്നായി തന്നെ ഫോക്കസ് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. സോ ദ റൈറ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ വാസ് ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി ആണ് ഇതിൻ്റെ ഫൈനൽ ആൻസർ കീയിൽ റൈറ്റ് ഓപ്ഷൻ ആയിട്ട് കൊടുത്തിരുന്നത്. Moving to the next question, which of the following statements are correct regarding VoLT? And we have the options. VoLT stands for Voice over Long-Term Evolution. It is a digital packet voice service delivery over IP via an LTE access network, provides more efficient use of spectrum than traditional voice, and finally eliminates the need to have voice on one network and data on another network. സോ ഇതിൻ്റെ ഫൈനൽ ആൻസർ കീയിൽ 2 ഓപ്ഷൻസ് ആണ് അവർ റൈറ്റ് ആയിട്ട് എടുത്തിരുന്നത്. ഓപ്ഷൻ എ ആൻഡ് ബി, എ ബി സി ആൻഡ് ഡി ഒള്ളി ആൻഡ് ബി സി ആൻഡ് ഡി ഒള്ളി, 2 ഓപ്ഷൻസും റൈറ്റ് ആയിട്ട് ഫൈനൽ ആൻസർ കീയിൽ എടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ്? പ്രിൻസിപ്പൽ കോമ്പണൻസ് ഓഫ് എ CPU ഇൻ ദ കമ്പ്യൂട്ടർ ഇൻക്ലൂഡ്. അപ്പോൾ CPU ഭാഗമായിട്ട് വരുന്ന പാർട്സ് ഏതൊക്കെയാണ് അല്ലെങ്കിൽ കോമ്പണൻസ് ഏതൊക്കെയാണെന്നുള്ളതാണ് ഐഡന്റിഫൈ ചെയ്യുന്നത്. ഈസി ആയിട്ടുള്ളൊരു ചോദ്യം തന്നെയാണ്. നമുക്ക് ആ CPU അതിൻ്റെ ഒരു സ്ട്രക്ചർ അല്ലെങ്കിൽ അതിൻ്റെ കോമ്പണൻസ് എലമെന്റ്സ് അറിയാമെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എ വെരി ഈസി ക്വസ്റ്റ്യൻ. The solid state drive SSD that stores data persistently, typically using flash memory. The arithmetic logic unit ALU that performs arithmetic and logical operations. Processor registers that supply operands to the ALU and stores the results of ALU operation. The control unit or CU that orchestrates the fetching from memory, recording and execution of instructions. So obviously ഇതിനകത്ത് ഓപ്ഷൻ എ എന്തായാലും ഒരു ആൻസർ ആയിട്ട് വരില്ല എന്ന് നമുക്കറിയാം. SSD എന്ന് പറഞ്ഞ CPU പ്രിൻസിപ്പൽ കോമ്പണൻസ് ആയിട്ട് വരില്ല എന്ന് വെച്ചാൽ ആ ഓപ്ഷൻ നമുക്ക് അങ്ങ് കളയാം. എന്നിട്ട് നമുക്ക് ഏതൊക്കെ എടുക്കാം? ബി, സി ആൻഡ് ഡി ഉള്ളി എടുക്കാം. ALU, അരിത്മെറ്റിക് ലോജിക് യൂണിറ്റ്, പ്രൊസസർ രജിസ്റ്റേഴ്സ് ആൻഡ് ഓൾസോ CU. ഈ 3 ഓപ്ഷൻസ് ആണ് റൈറ്റ് ആയിട്ട് എടുക്കാനായിട്ട് സാധിക്കും. സോ ബി, സി ആൻഡ് ഡി ഉള്ളി ഈസ് ഓപ്ഷൻ ബി. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി itself. Moving to the next question. What is the concept of international net neutrality? And we have various options given as well. Impose limitations for end-to-end internet access. Broadband service providers can show preference to content. Unimpeded end-to-end internet access and usage. All content that flows throughout the internet should not be treated equally. So the right answer for this question is option C. Final answer key is option edana. Unimpeded end-to-end internet access and usage. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്ന ചോദ്യങ്ങളെല്ലാം മാത്തമാറ്റിക്കൽ റീസണിങ് ആൻഡ് ആപ്റ്റിറ്റ്യൂഡ് എന്ന മൊഡ്യൂളിലെ ചോദ്യങ്ങളാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞതുപോലെ ഇതിൻ്റെ ഒന്നും കാൽക്കുലേഷൻ പാർട്ടിലേക്ക് നമ്മളിപ്പോൾ പോകുന്നില്ല. ജസ്റ്റ് ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും നമ്മളൊന്ന് അനലൈസ് ചെയ്യും, ഏരിയാസ് ഒന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ശ്രമിക്കും. അത്ര മാത്രമേ നമ്മൾ ഇവിടെ ചെയ്യാനായിട്ട് പോകുന്നുള്ളൂ. സോ ആദ്യത്തെ ചോദ്യം, ഓൺ അലൗവിംഗ് 2 successive discounts of 20% and 50%, the selling price of an article becomes rupees 3060. What is the marked price of the article? സോ ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അതുപോലെ ഇങ്ങനെ ഡിസ്കൗണ്ട്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ച് വെക്കേണ്ട ഒരു ഏരിയ ആണ് മാത്തമാറ്റിക്കൽ റീസണിങ് ആൻഡ് ആപ്റ്റിറ്റ്യൂഡിൽ. സോ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടൊരു ക്വസ്റ്റൻ ആണിത്. ഇതിൻ്റെ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ഡി. 4500 എന്നുള്ളതാണ് ഇതിൻ്റെ റൈറ്റ് ആൻസർ വന്നിരിക്കുന്നത്. ദെൻ വി ഹാവ് അനദർ ക്വസ്റ്റൻ, കോഡിംഗ് ഡീകോഡിംഗ്. കോഡിംഗ് ഡീകോഡിംഗ് എന്നുള്ളൊരു ക്വസ്റ്റൻ ആണ്. ഇത് വളരെ ഈസി ആയിട്ടുള്ളൊരു കോഡിംഗ് ഡീകോഡിംഗ് ക്വസ്റ്റൻ ആണ്. ഇൻ എ സർട്ടൻ കോഡിംഗ് ലാംഗ്വേജ്, ഇഫ് ക്രിക്കറ്റ് ഇസ് കോഡഡ് ആസ് 2632479, rocket is coded as 612479, and kettle is coded as 479907, then how locker shall be coded in that language? കൃത്യമായിട്ട് ഇതിനകത്തെ ഓരോ വാക്കിൻ്റെയും ഓരോ ലെറ്റേഴ്സിന് ഏത് നമ്പറാണ് കൊടുത്തിരിക്കുന്നതെന്ന് ഐഡന്റിഫൈ എന്ന് മാത്രമേ ഉള്ളൂ. അതനുസരിച്ച് ലോക്കർ എന്നുള്ള വാക്കിലെ ഡിഫറെൻറ്റ് അക്ഷരങ്ങൾക്ക് അല്ലെങ്കിൽ ലെറ്റേഴ്സിന് ആവശ്യമായിട്ടുള്ള നമ്പേഴ്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പം നമുക്ക് തീർച്ചയായിട്ടും അതിൻ്റെ കോഡ് കിട്ടും. ഇറ്റ്സ് എ വെരി ഈസി കോഡിംഗ് ഡീകോഡിംഗ് ക്വസ്റ്റൻ. എനിവേ ദ റൈറ്റ് ആൻസർ ഗിവൻ ഇൻ ദ ഫൈനൽ ആൻസർ കീ ഈസ് ഓപ്ഷൻ ഡി. നെക്സ്റ്റ് ക്വസ്റ്റൻ അത് നമ്പർ സീരീസ് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യമായിരുന്നു. ഫൈൻഡ് ദ നെക്സ്റ്റ് ടേം ഇൻ ദ ഫോളോയിങ് സീരീസ് 1, 2, 4, 6, 7, 18, 10, 54. സോ ഇതിലെ അടുത്ത നമ്പർ ഐഡന്റിഫൈ ചെയ്യാനായിട്ടുള്ളൊരു ചോദ്യമായിരുന്നു. അഗെയിൻ നമ്പർ സീരീസ്, ലെറ്റർ സീരീസ് ഒക്കെ നമ്മളുടെ മാത്തമാറ്റിക്കൽ റീസണിങ് ആൻഡ് ആപ്റ്റിറ്റ്യൂഡിൻ്റെ ഭാഗമായിട്ട് തന്നെ വരുന്ന ഏരിയ ആണ്. ആൻഡ് ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് ഏരിയ ആസ് വെൽ. സോ ഇതിൻ്റെ റൈറ്റ് ആൻസർ ഫൈനൽ ആൻസർ കീഴിൽ തന്നിരുന്നത് ഓപ്ഷൻ ബി ആണ്, ദാറ്റ് ഇസ് 13. Moving to the next question, the simple interest accrued on a sum of certain principal is rupees 1200 in 4 years at the rate of 8% per annum. What would be the simple interest accrued on thrice of that principal at the rates of 6% per annum in 3 years? So simple interest, compound interest, again very important area from mathematical reasoning and aptitude. So ഇതിൻ്റെ റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. നമ്മുടെ കാൽക്കുലേഷനിലേക്ക് ഇപ്പോൾ പോകുന്നില്ല, ജസ്റ്റ് ഏരിയാസ് ഐഡന്റിഫൈ ചെയ്യുക,
അത് ഫോക്കസ് ചെയ്യുക, പഠിക്കുക. ഓക്കെ, അടുത്ത ചോദ്യം. There are 3 numbers in the ratio of 3:5:7 and the sum of these numbers is 975. Find the 3 numbers. Okay, അപ്പോൾ റേഷ്യോ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. അഗെയിൻ അതും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുക. So the right answer given was option A. Alright. So ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്ന ചോദ്യങ്ങൾ എന്ന് പറയുന്നത് നമ്മളുടെ റീഡിംഗ് കോംപ്രഹെൻഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ നമുക്കറിയാം റീഡിംഗ് കോംപ്രഹെൻഷൻ റിലേറ്റഡ് ആയിട്ട് നമുക്ക് 5 ചോദ്യങ്ങളാണ് കിട്ടുന്നത്. ഒരു പാസേജ് തരും, ആ പാസേജ് റിലേറ്റഡ് ആയിട്ട് നമുക്ക് 5 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ആ 5 ക്വസ്റ്റ്യൻസ് ആ പാസേജിനെ ബേസ് ചെയ്തിട്ട് ആൻസർ ചെയ്യാം. സോ നിങ്ങൾക്ക് ഈ ചോദ്യങ്ങൾ ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഈ എൻറ്റയർ പാസേജ് വായിക്കുന്നില്ല, നമ്മൾ അതിൻ്റെ ആൻസേഴ്സ് ഏതാണ്, ഫൈനൽ ആൻസർ കീഴിൽ തന്നിട്ടുള്ള ഓപ്ഷൻസ് ഏതാണെന്നുള്ളതാണ് നോക്കുന്നത്. പക്ഷേ ഇതൊക്കെ നിങ്ങൾക്ക് പ്രാക്ടീസിന് വേണ്ടി ഉപയോഗിക്കാം. അപ്പോൾ നിങ്ങൾ പഠിച്ചതിന് ശേഷം റീഡിംഗ് കോംപ്രഹെൻഷൻ്റെ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ആയിട്ട് നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം. ജസ്റ്റ് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് ഈ എൻറ്റയർ പാസേജ് വായിക്കുക, ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ആൻഡ് അഗെയിൻ നിങ്ങൾക്ക് പ്ലേ ചെയ്തതിന് ശേഷം നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്ത ആൻസർ ശരിയാണോ എന്നുള്ളത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. സോ ഒരു പാസേജ് തന്നിട്ടുണ്ട്. ആദ്യത്തെ ക്വസ്റ്റ്യൻ തന്നെ ഈ പാസേജിന്റെ തീം റിലേറ്റഡ് ആയിട്ടാണ്. The passage focuses on, നമുക്ക് various options ഉണ്ട്. The merits of market economy, the need for philanthropy to reduce poverty, the ill effects of capitalism, the issue of redefining poverty in the third world. The right answer given was option C, the ill effects of capitalism. രണ്ടാമത്തെ ചോദ്യം. Before 1940, colonizers believed that poor countries and options can be changed, can be totally enlightened, cannot be changed, do not need their presence. And the right answer given was cannot be changed. That is option C. അടുത്ത ചോദ്യം. Capitalistic development introduced the idea of modernized poverty, impersonal institutions, third world, vernacular relations. And the right answer given in the answer key was option A, that is modernized poverty. അടുത്ത ചോദ്യം. The market economy was responsible for farm. And we have the options: increased access to resources, massive poverty, enlightened development, idealization of tradition. And the right answer given was option B, that is massive poverty. The last and final question from reading comprehension. The vernacular societies encounter economic poverty with science and technology, external aid, modern ideas, use of resources sparingly. And we have the option, the right option is option D, use of resources sparingly. So ഇതിനകത്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ഓൾറെഡി ഞാൻ പറഞ്ഞതുപോലെ ജസ്റ്റ് ഈ ഒരു പാസേജ് നിങ്ങളുടെ ഒരു പ്രാക്ടീസിന് വേണ്ടി ഉപയോഗിക്കുക. ജസ്റ്റ് റീഡ് ചെയ്യുക, പോസ് ചെയ്തതിന് ശേഷം ആൻഡ് ആൻസേഴ്സ് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. സോ പ്രാക്ടീസ് സെഷൻ്റെ സമയത്ത് നിങ്ങൾക്കിത് യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. അടുത്ത സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ഡേറ്റ ഇൻ്റർപ്രിട്ടേഷൻ ആണ്. എഗെയിൻ ഡേറ്റ ഇൻ്റർപ്രിട്ടേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് 5 ചോദ്യങ്ങൾ കിട്ടുന്ന ഒരു ഏരിയ ആണ്. നന്നായി പ്രാക്ടീസ് ചെയ്താൽ 5-ൽ 5 നിങ്ങൾക്ക് ശരിയാക്കാൻ സാധിക്കുന്നതുമായിട്ടുള്ളൊരു മൊഡ്യൂളാണ്. നമ്മൾ എപ്പോഴും പറയുന്നതാണ് പെർസെൻറ്റേജ്, ആവറേജ് റേഷ്യോ, ഈ 3 ഏരിയാസ് ആണ് പെർട്ടിക്കുലർലി നിങ്ങൾ പഠിച്ചിരിക്കേണ്ടതായിട്ടുള്ളത്. അതിൻ്റെ ഓരോ കാൽക്കുലേഷൻസ്, അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഐഡിയാസ്, അതൊന്ന് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതിനെ എങ്ങനെ ഇൻ്റർപ്രറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു ഡേറ്റ തന്നാൽ അതിനെ എങ്ങനെയാണ് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊരു അവയർനെസ് നിങ്ങൾക്ക് ഉണ്ടാവണം. നമ്മുടെ മലയാളം യൂട്യൂബ് ചാനലിൽ തന്നെ ഡേറ്റ ഇൻ്റർപ്രിട്ടേഷൻ റിലേറ്റഡ് ആയിട്ട് വളരെ ബേസിക്സ് ആയിട്ടുള്ള ക്ലാസ്സസ് മുതൽ പ്രാക്ടീസ് സെഷൻസ് വരെയുള്ള വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് യൂട്ടിലൈസ് ചെയ്യാം. മാരത്തോൺ വീഡിയോസ് തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട്. സോ അതൊക്കെ യൂട്ടിലൈസ് ചെയ്ത് നന്നായി പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു സെഷനിൽ ഇതിൻ്റെ ഒരു കാൽക്കുലേഷൻ പാർട്ടിലേക്ക് പോകുന്നില്ല. ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്യാം, റൈറ്റ് ആൻസേഴ്സ് നമുക്കൊന്ന് നോക്കാം. നിങ്ങൾ ഇതിന് മുമ്പ് നമ്മൾ ചെയ്തിട്ടുള്ള ബേസിക് വീഡിയോസ് ഒക്കെ കണ്ട് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചതിന് ശേഷം ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ ഒരു പ്രാക്ടീസിന് വേണ്ടി യൂട്ടിലൈസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. നമുക്ക് ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. The following table shows the percentage distribution of number of students qualifying an entrance exam from 7 schools A to G in the years 2020 and 2021. The number of students qualifying from school G in 2020 and 2021 are 90 and 135 respectively. Based on the data in the table, answer the questions. So നമുക്ക് A മുതൽ G വരെയുള്ള ഡിഫറെൻറ്റ് സ്കൂൾസിലെ distribution of qualified students ആണ് തന്നിരിക്കുന്നത്. Number of students who have qualified an entrance exam. സോ 2020-ലെയും 2021-ലെയും ഉണ്ട്. കൃത്യമായിട്ട് പെർസെൻറ്റേജിലാണ് നമുക്ക് തന്നിട്ടുള്ളത്. ആൻഡ് സ്കൂൾ ജിയിൽ 2020-ലും 2021-ലും ഉണ്ടായിരുന്ന നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഹു ഹാവ് ക്വാളിഫൈഡ്, അവരുടെ നമ്പറും നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ ചോദ്യം എന്താണ്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ പെർസെൻറ്റ് റൈസ് ഇൻ ദ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ക്വാളിഫൈങ് ഫ്രം സ്കൂൾ ഡി ഫ്രം 2020 to 2021 എസ്. ഓക്കെ, അപ്പോൾ അതിന് നമുക്ക് ഡിഫറെൻറ്റ് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ആൻഡ് ദ റൈറ്റ് ആൻസർ ഗിവൻ വാസ് ഓപ്ഷൻ സി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
The percentage of the number of students qualifying from schools A to G together in 2021 with reference to 2020s. And we have the options 140%, 120%, 135%, 112%. And the right answer given in the final answer key was option B, that is 120%. Adutha chodyam. The ratio of the number of students qualifying from schools B, C and D in 2020 to that of schools E, F and G in 2021 is. And we have the options 2:3, 51:75, 3:2, 25:33. And final answer key thanirunna answer is option D. Next question. If P and Q are the average number of students qualifying from schools B, C and D in 2020 and from schools E, F and G in 2021 respectively, then Q, P, S. Okay, so the various options Q minus PS, we have various options given as well, 32, 35, 38, 41. And the right answer given was option A, that is 32. Adutha chodyam. Number of students qualifying from schools E and G together in 2020 is dash percentage of the number of students qualifying from school B in 2021. And the right answer was option D, that is 312.5. So, ഈ ചോദ്യങ്ങളൊക്കെ പൊതുവേ നിങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാവുന്ന ഒരു കാര്യം നമ്മൾക്ക് പെർസെൻറ്റേജ് റേഷ്യോ ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട ആസ്പെക്റ്റുകളെ കുറിച്ചൊരു ധാരണയുണ്ടെങ്കിൽ ആൻസർ ചെയ്യാൻ കഴിയുന്ന ചോദ്യങ്ങളായിരുന്നു ഇവിടെ ചോദിച്ചിരുന്നത്. സോ ബേസിക്കലി ഈ ഡി ഐയുടെ ക്വസ്റ്റ്യൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചൊരു അവയർനെസ് വേണം, നല്ല പ്രാക്ടീസ് വേണം, കാൽക്കുലേഷൻസ് ഒക്കെ ചെയ്യാനായിട്ട്, പിന്നെ ആ ഒരു ടൈം ഫ്രെയിമിൽ നിന്ന് ചെയ്യാനായിട്ടുള്ള ഒരു പ്രാക്ടീസ് ഒബ്വിയസ്ലി വേണം. അപ്പോൾ നന്നായിട്ട് കോൺസെപ്റ്റുകൾ പഠിക്കുക, മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക, അതിനുശേഷം ഒരു ടൈം വെക്കുക, എത്ര ടൈമിനുള്ളിൽ 5 ചോദ്യങ്ങൾ ഡി ഐയുടെ ആൻസർ ചെയ്യുന്ന നിലയിലേക്ക് നമുക്ക് നല്ല സ്പീഡിൽ ഇത് ചെയ്യാനായിട്ട് സാധിക്കും. ഇതിനകത്ത് തന്നെ കുറേ ടൈം നമുക്ക് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ എൻറ്റയർ പെർഫോമൻസിനെ ബാക്കിയുള്ള ചോദ്യങ്ങളൊക്കെ ബാധിക്കും. അപ്പോൾ ആ രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക. നന്നായിട്ട് നിങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും പ്രാക്ടീസ് സെഷൻ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഒബ്വിയസ്ലി ഞാൻ പറഞ്ഞതുപോലെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും കുറച്ച് നന്നായിട്ട് കാൽക്കുലേഷൻസും പ്രാക്ടീസസ് ഒക്കെ ചെയ്തിട്ടുള്ള ആളുകൾക്ക് ഇത് ചെയ്യാനായിട്ട് സാധിക്കും. അല്ലാത്ത പക്ഷം കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നാൻ സാധ്യതയുണ്ട്. സോ അങ്ങനെ നമ്മൾ 50 ചോദ്യങ്ങളും കവർ ചെയ്തിരിക്കുകയാണ്. മെയിനായിട്ട് നമ്മൾ ഈ ഒരു ഷിഫ്റ്റിൽ പേപ്പർ 1 ചോദിച്ചിട്ടുള്ള 50 ക്വസ്റ്റ്യൻസും ഫൈനൽ ആൻസർ കീയിൽ അതിന് വന്നിട്ടുണ്ടായിരുന്ന ഉത്തരങ്ങളുമാണ് നമ്മൾ ബേസിക്കലി ഫോക്കസ് ചെയ്തത്. സോ ഇതുപോലെ നമുക്ക് പിന്നീട് വരുന്ന ദിവസങ്ങൾ വേറെ ഏരിയാസ് നമുക്ക് ഫോക്കസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. എനിവേ ദ റൈറ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ ഇസ് ഓപ്ഷൻ ഡി. ഈ വീഡിയോയിൽ കൊമേഴ്സ് ഷിഫ്റ്റ് 2 ചോദിച്ചിട്ടുള്ള പേപ്പർ 1 ചോദ്യങ്ങളും ഫൈനൽ ആൻസർ കീയിൽ അതിന് നൽകിയിട്ടുള്ള ഉത്തരങ്ങളുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഈ ചോദ്യങ്ങൾ വന്നിട്ടുള്ള ഏരിയാസ് ഏതാണെന്നുള്ളതൊന്ന് ഐഡന്റിഫൈ ആയിട്ടുള്ള ഒരു ശ്രമവും നമ്മൾ നടത്തിയിരുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഹെൽപ്ഫുൾ ആകുമെന്ന് പ്രതീക്ഷിക്കുന്നു. എസ്പെഷ്യലി നമ്മുടെ അടുത്ത നെറ്റ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഈ ഏരിയാസ് കൂടി നിങ്ങളുടെ പഠനത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. ആൻഡ് ഓൾസോ ക്വസ്റ്റ്യൻ പെർസ്പെക്റ്റീവ് എന്താണ്, ഈവൻ ഇഫ് നിങ്ങൾ ഈ കോൺസെപ്റ്റുകൾ പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ പോലും ചോദ്യങ്ങൾ ഏത് പെർസ്പെക്റ്റീവിലാണ് വരുന്നത്, ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ആ ഏരിയാസിനെ എങ്ങനെ ഒന്നുകൂടി റിവൈസ് ചെയ്യണം എന്നുള്ള ഒരു ധാരണ നിങ്ങൾക്ക് കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. സോ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ഹാപ്പി ലേണിംഗ്.